ശ്രുതീനാം സൂത്രാണാം സ്മൃതിനിഖിലവേദാനുവചസാം പരംഹാർദം യുക്തം ഹ്യഖിലചിദചിദ്ഭിന്നമപി ച അഭിന്നം സ്വാഭാവ്യാത് ഗുണിച പരമം ബ്രഹ്മഗമിദം സമാദിഷ്ടം യൈസ്താൻ അഭി സതതമീഡേ ഗുരുവരാൻ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയതേ വിവേകഃ. ഹരിഹി ഓം തത്സ. ഹരിഹി ഹരിഹി. എല്ലാവരും കൂടി പതിവ് പോലെ കൈകോർത്ത് മടിയിൽ വെച്ച് കണ്ണടച്ച് നിവർന്നിരുന്ന് വിഷമിക്കാത്ത തരത്തിൽ മനസ്സും വായും തുറന്ന് ഒരുപോലെ 3 തവണ ഓങ്കാരം ജപിക്കുക. ആഗോള വ്യാപകമായ ഒരു പ്രസരണം ഉണ്ടായി ലോകത്തെമ്പാടും സമാധാനവും ശാന്തിയും നന്മയും വാഴണം എന്ന ഉദ്ദേശത്തിലാകണം ഈ സംയുക്ത ജപതപോനുഷ്ഠാനം. ഹരിഹി ഹരിഹി. ഓ ആ പിൻഭാഗത്തിരിക്കുന്ന ശബ്ദം എന്നവരുടെ ശബ്ദവും കൂടി എനിക്ക് കേൾക്കട്ടെ. എല്ലാവരും ഇതാ ഓ ഹരിഹി ഓം തസ്. നമുക്ക് 6ാമത്തെ ശ്ലോകം മുതൽക്ക് ചൊല്ലാം. 6. ധർമാധർമ്മൗ സുഖം ദുഃഖം മാനസാനി ന തേ വിഭോ ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദാ. നിങ്ങൾ എന്താ ഈ സമുദ്രം അരംഭിതമായിരുന്നു അരമ്പി ചൊല്ലിക്കൂടെപ്പാ? അതിനല്ലേ ഇവിടെ വന്നിരിക്കണത്. എന്നെ കൊണ്ട് മാത്രം സംസാരിപ്പിക്കാനാ. ഏകോ ദ്രഷ്ടാസി സർവസ്യ മുക്തപ്രായോസി സർവദാ അയമേവ ഹി തേ ബന്ധോ ദ്രഷ്ടാരം പശ്യസീതരം അഹം കർത്തേത്യഹം മാന മഹാകൃഷ്ണാഹിതം ശിതഃ നാഹം കർത്തേതി വിശ്വാസ അമൃതം പീത്വാ സുഖീ ഭവ. ഏകോ വിശുദ്ധബോധോഹം ഇതി നിശ്ചയവഹ്നിനാ പ്രജ്വാല്യാജ്ഞാനഗഹനം വീതശോകഃ സുഖീ ഭവ. യത്ര വിശ്വമിദം ഭാതി കൽപ്പിതം രജ്ജു സർപ്പവത്
രജ്ജു സർപ്പവത് ആനന്ദ പരമാനന്ദഃ ആനന്ദ പരമാനന്ദഃ സബോധസ്ത്വം സുഖം ചരാ സബോധസ്വം സുഖം ചരാ മുക്താഭിമാനീ മുക്തോ ഹി മുക്താഭിമാനീ മുക്തോ ഹി ബദ്ധോ ബദ്ധാഭിമാന്യപി ബദ്ധോ ബദ്ധാഭിമാന്യപി കിം വദന്തീഹ സത്യേയം കിം വദന്തീഹ സത്യേയം യാമതിഃ സാ ഗതിർഭവേത് യാമതിഃ സാ ഗതിർഭവേത് ആത്മാ സാക്ഷി വിഭുഃ പൂർണ്ണഃ ആത്മാ സാക്ഷി വിഭുഃ പൂർണ്ണഃ ഏകോ മുക്തശ്ചിദക്രിയഃ ഏകോ മുക്തശ്ചിദക്രിയഃ അസംഗോ നിസ്പൃഹഃ ശാന്തോ അസംഗോ നിസ്പൃഹഃ ശാന്തോ ഭ്രമാത് സംസാരവാനിവ ഭ്രമാത് സംസാരവാനിവ കൂടസ്ഥം ബോധമദ്വൈതം കൂടസ്ഥം ബോധമദ്വൈതം ആത്മാനം പരിഭാവയ ആത്മാനം പരിഭാവയ ആഭാസോഹം ഭ്രമം മുക്ത്വാ ആഭാസോഹം ഭ്രമം മുക്ത്വാ ഭാവം ബാഹ്യമഥാന്തരം ഭാവം ബാഹ്യമഥാന്തരം. ഇന്നലെ എല്ലാവരും വേണ്ടതുപോലെ നാം ഇവിടെ പറഞ്ഞ മാതിരിയും നിർദ്ദേശിച്ച മാതിരിയും അങ്ങനെ ആലോചിച്ച് കിടന്നുറങ്ങിയോ? എന്നിട്ടോ എണീറ്റപ്പോൾ വ്യത്യാസമുണ്ടോ? ആരും പണ്ടില്ലേ? നാം ചർച്ച ചെയ്യുന്നത് ആത്മതത്വമാണ്. ഈ ആത്മതത്വം മാത്രമേ ലോകത്തിൽ ചർച്ച ചെയ്യാനായിട്ടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വേറെ ഒരു ചർച്ചയുമല്ല. എല്ലാവരും എല്ലാ ദിവസവും നിരന്തരം എന്ന് പറഞ്ഞ മാതിരി ഉപയോഗിക്കുന്ന ഒരു വാക്കും ഒരു ആശയവും ഒരു സങ്കല്പവും ഒരു സൂചനയുമാണിത്. ഞാൻ 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 അഹം പ്രത്യയ ഗോചരഃ. ഞാൻ എന്ന പ്രത്യയം കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. അപ്പോൾ അങ്ങനെ ഒരു ആത്മാ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരിക്കലും സംശയത്തിന് വിധേയമല്ല, എപ്പോഴും ഉള്ളതാണ്. ഈ ആത്മാവിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ എല്ലാവരുടെ മനസ്സിലും സ്വാഭാവികമായ ഒരു തോന്നലുണ്ടാവാം, ഭക്തി എന്ന് പറയുന്നതിനപ്പോൾ എന്താണ് സ്ഥാനമെന്ന്. എന്താണ് വാസ്തവത്തിൽ ഭക്തി? ഇന്നലെയും സംസാരിക്കേണ്ടായി. ഈശ്വരനോട് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ഇണക്കമാണ് ഭക്തി. ആ ഇണക്കം എങ്ങനെ ആയാലും കൊള്ളാം. ഈശ്വരനോട് നിങ്ങൾക്കൊരു ഇണക്കം തോന്നണം. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താ? നാം സാധാരണ കണ്ടു പരിചയിച്ച് വ്യവഹരിച്ചു വരുന്ന ഈ ലോകം, ഐന്ദ്രിയ ലോകം, ഐന്ദ്രിയ പ്രപഞ്ചം, അതല്ലാതെ ഒന്നിനെയാണ് നാം ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഇണക്കം ഈശ്വരനോട് സ്നേഹമാകാം, വളരെ ചുരുക്കം പേർക്കേ അത് ഉണ്ടാവുള്ളൂ. പലർക്കും ഈശ്വരനോട് ആദരവുണ്ടാകാം, അതും കുറവാണ്. പലരും ഈശ്വരനെ പേടിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഒന്നുകിൽ സ്നേഹമില്ലെങ്കിൽ ആദരം, ഇല്ലെങ്കിൽ ഭയം. അപൂർവം ചിലർ കൃഷ്ണനെടുത്ത് തോന്നിയ മാതിരി മത്സരബുദ്ധി ഉണ്ടാവാം. അതൊക്കെ വളരെ അപൂർവമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഭാവം വഴി നമ്മുടെ മനസ്സിൽ നിരന്തരമായി ഈശ്വരനോട് ഒരാഭിമുഖ്യമുണ്ടാവണം. അതാണ് ഭക്തി. നിങ്ങൾ ഒരിക്കലും ഭക്തിയെ പുഷ്പത്തോടോ വെള്ളത്തോടോ വിഗ്രഹത്തോടോ പടത്തോടോ പൂജയോടോ ബന്ധപ്പെടുത്തി കാണരുത്. ഈ പൂജയൊക്കെ പിന്നീട് വരുന്നതാണ്. മനസ്സിലാണ് ഈ തോന്നലുണ്ടാവേണ്ടത്. പൂജ കഴിഞ്ഞാലും തുടരേണ്ടത് മനസ്സിലാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഈശ്വരനോട് തോന്നുന്ന ഒരു ഇണക്കമാണത്. ആ ഇണക്കത്തിന് വേണ്ടിയിട്ടാണ് നാം ക്ഷേത്രത്തിൽ പോകുന്നത്, വീട്ടിൽ പൂജാമുറി കെട്ടുന്നത്, വിഗ്രഹമോ പടമോ പത്മമോ ഒക്കെ ആയി പൂജ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂജ ചെയ്യുന്നതാണ് പലരുടെയും പതിവ്. എന്നാൽ അതുകൊണ്ട് നമ്മുടെ ഭക്തി വളർന്ന് പുഷ്പിച്ച് ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യും എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. കോടാനുകോടി ഭക്തന്മാരുണ്ട് ഭാരതത്തിൽ. അവരെല്ലാവരും ഭഗവത് സാക്ഷാത്കാരം കിട്ടിയവരോ കിട്ടണമെന്ന് അഭിലഷിക്കുന്നവരോ ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതെന്താ?
ഭക്തിക്ക് ആധാരം ഭഗവാൻ മാത്രമാണ്. എന്താ അതിന് കാരണം? നമ്മുടെ ആരാധനയ്ക്ക് പാത്രമായിരിക്കുന്ന ഭഗവാൻ ഉണ്ടല്ലോ, ആ ഭഗവാൻ ക്ഷേത്രത്തിൽ പോയാലും പൂജാ റൂമിലായാലും പത്മമിട്ടാലും ഒക്കെ അദൃശ്യനാണ്. അദൃശ്യനായതുകൊണ്ടാണ് ദൃശ്യപ്രതീകത്തിൻ്റെ സഹായത്തോടു കൂടി നാം ആ ഈശ്വരനെ ആരാധിക്കാൻ പുറപ്പെടുന്നത്. എല്ലാ ആരാധനാ മാർഗങ്ങളിലും ഈശ്വരൻ അദൃശ്യനാണ്. മാത്രമല്ല അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്, എങ്ങോ അങ്ങ് അകലെയുമാണ്. അങ്ങനെ അകലത്തും അദൃശ്യവുമായിരിക്കുന്ന ഒരു ഈശ്വരനെ ലാക്കാക്കി നാം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നത് ബാഹ്യമാണ്. ബാഹ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ വായിലൂടെയൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ ഇത് രണ്ട് പ്രവൃത്തിക്കും മനസ്സിൻ്റെ പങ്കാളിത്തമോ പ്രേരണയോ ഹേതുകത്വമോ വേണം. ഇവിടെ നമുക്ക് മാറ്റം വരേണ്ടതും ആയിത്തീരേണ്ടതും മനസ്സാണ്. ഈ ബാഹ്യപ്രവൃത്തികളിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഭാഗികമായി പാർശ്വികമായി മാത്രമേ മനസ്സതിൽ ലഗ്നമാകുന്നുള്ളൂ. പറയണത് കേൾക്കുന്നുണ്ടാവോ? സമ്മതിക്കുന്നുണ്ടോ? മനസ്സിനെയാണ് നമുക്കിവിടെ ലഗ്നമോ വ്യഗ്രമോ ആക്കേണ്ടത്. അത് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറത്താണ്. ഇപ്പോൾ വിഗ്രഹത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണു. വിഗ്രഹമാണോ ഈശ്വരൻ? അല്ല, വിഗ്രഹം ഈശ്വരൻ്റെ പ്രതീകമാണ്. ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്. അപ്പം എല്ലായിടത്തും എന്നുള്ളൊരു ഭാവനയ്ക്ക് ഈ വിഗ്രഹത്തിന് നോക്കുമ്പോൾ ഒരു നിലയ്ക്ക് തടസ്സമാണ് ഉണ്ടാവുന്നത്. അതാണ് കൃഷ്ണൻ ഭാഗവതത്തിൽ പറയണത്. മഹാവിഷ്ണുവിൻ്റെ ചതുർഭുജധാരിയായ മഹാവിഷ്ണുവിനെ പൂർണ്ണമായി ധ്യാനിക്കൂ. ആ ധ്യാനം ഉറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ വിടൂ. എന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പുഞ്ചിരി തൂകുന്ന മുഖം മാത്രമാകട്ടെ മനസ്സിൽ. അവിടെ ഉറച്ചു കഴിഞ്ഞാൽ അവിടുന്നും മനസ്സിനെ എടുത്ത് ആകാശത്തിൽ ഘടിപ്പിക്കൂ. ആ ആകാശത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ അവിടുന്നും വിടൂ. എന്നിട്ടോ ഒന്നും ചിന്തിക്കരുത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ അദൃശ്യമാണ് ഭഗവാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങോ അകലെയുമാണ്, അതാണ് നമുക്ക് കിട്ടാത്തത്. അതിനുവേണ്ടി നാം ഉപയോഗിക്കുന്നത് എന്താ? ക്ഷേത്രത്തിൽ പോയാലും വീട്ടിലിരുന്നാലും ദൈഹികവും വാചികവുമായിരിക്കുന്ന കാര്യങ്ങളാണ്. മന്ത്രതന്ത്രങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. പുഷ്പം, ഫലം, നിവേദ്യം, ഇതൊക്കെ അങ്ങനെയാണല്ലോ. ആ സംഗതികളൊക്കെ വിട്ട് നിങ്ങൾ ഒരിടത്ത് ഇരുന്ന് ഈശ്വരനെ തീവ്രമായി നനയ്ക്കാൻ തുടങ്ങണം. നിനവാണ് നമുക്ക് ആവശ്യം. ഉറക്ക ജപിക്കലും വേണ്ട. വായ കൊണ്ടും കൈകൊണ്ടുമുള്ള പ്രവൃത്തികളെല്ലാം നിർത്തണം. എന്നിട്ട് മനസ്സ് ഭഗവാനിൽ ലഗ്നമാവണം. ആ ലഗ്നമാകാൻ വായും അടയ്ക്കണം, കയ്യും നിശ്ചലമായി നിൽക്കണം, അല്ലെങ്കിൽ ശരീരം നിശ്ചലമാകണം. നമ്മുടെ മൂഢനായ രത്നാകരൻ എന്താ ഉണ്ടായത്? വെറും രാമാന്ന് രണ്ടക്ഷരം പറഞ്ഞു കൊടുത്ത ആ ജപമാണ്. കുറച്ചു നേരം ശബ്ദത്തോടു കൂടി ജപിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ മനസ്സിലാണ് അത് പതിഞ്ഞത്. കണ്ണടച്ച് അവിടെ ഇരുന്ന ഇരിപ്പിൽ മനസ്സങ്ങോട്ട് ലയിച്ചു. വ്യഗ്രത കൊണ്ട് പുറ്റുവന്നങ്ങോട്ട് മൂടി. എന്നിട്ട് അതിൽ നിന്ന് പുറപ്പെട്ടപ്പോഴാണ് വാൽമീകി മഹർഷി. വൽമീകം എന്ന് പറഞ്ഞാൽ പുറ്റെന്നർത്ഥം. അങ്ങനെ മഹർഷിയായി അദ്ദേഹം ജീവിച്ചത്. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ മാനസപ്രവൃത്തി തന്നെ വേണം. ബുദ്ധിക്ക് തെളിച്ചം വരണമെങ്കിൽ ബൗദ്ധ തെളിച്ചം തന്നെ വേണം, ബൗദ്ധ പ്രവൃത്തി തന്നെ വേണം. കുരുക്ഷേത്രത്തിൽ വെച്ച് അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുത്തത് അവിടെ പുഷ്പമില്ല, പടമില്ല, മന്ത്രം ചൊല്ലാൻ പറഞ്ഞില്ല, ഒന്നുമില്ല. തേർത്തളത്തിൽ വയ്യാതെ കുഴഞ്ഞിരുന്നേ ഉള്ളൂ. കൃഷ്ണൻ ചാട്ടവാറും കുതിരയുടെ കടിഞ്ഞാണും കയ്യിൽ വെച്ച് തിരിഞ്ഞു നോക്കി അങ്ങോട്ട് ഉപദേശിച്ചു, അത്രയേ ഉള്ളൂ. കൃഷ്ണൻ്റെ വായമൊഴികൾ, അർജുനൻ്റെ കർണപുടങ്ങൾ, ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു യോജിപ്പിൽ, ഒരു യോഗം കൊണ്ടാണ് അവിടുന്ന് അങ്ങോട്ട് ഉണ്ടായത് മുഴുവനും. രാമൻ അതേമാതിരി 18 ദിവസം അയോധ്യ രാജധാനിയിലിരുന്ന് വസിഷ്ഠൻ പറഞ്ഞത് കേൾക്കുകയാണ് ചെയ്തത്. ആര്? രാമൻ. പരീക്ഷിത്ത് മഹാരാജാവോ ശുകമഹർഷി 7 ദിവസം ഉപദേശിച്ചത് പ്രായോപവേശത്തോടു കൂടി അവിടെ ഇരുന്ന് ഗംഗാനദി തീരത്തിൽ ഇരുന്ന് അങ്ങോട്ട് കേട്ടു. ഈ 3 കൂട്ടർക്കും ഉണ്ടായത് എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് സ്വയം തീരുമാനിക്കണം. അവിടെ ഒരു പടമില്ല, ഒരു ചിത്രമില്ല, ഒരു വിഗ്രഹമില്ല. പറയാൻ ഒരാൾ, കേൾക്കാൻ ഒരാൾ, ഇത് രണ്ടേ ഉള്ളൂ. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, തത്വശ്രവണമാണ് ആത്മസിദ്ധിയോ ഭഗവത് സാക്ഷാത്കാരമോ നൽകുന്നത്. തത്വശ്രവണം. ശ്രവണം നടക്കണമെങ്കിൽ തത്വകഥനം വേണം. തത്വകഥനം നന്നാവണമെങ്കിൽ ഒരു തത്വവേത്താവോ തത്വജ്ഞാനിയോ അനുഭവസിദ്ധനായിരിക്കുന്ന ഒരു ജ്ഞാനിയോ പറഞ്ഞാൽ തന്നെ അത് മനസ്സിൽ കയറുള്ളൂ.
അപ്പോൾ തത്വശ്രവണം കൊണ്ടാണ് നമുക്ക് എല്ലാം വരണത്. നമ്മുടെ മനസ്സും ബുദ്ധിയും തത്വഗ്രഹണത്തിൽ അങ്ങോട്ട് ആണ്ടിറങ്ങി നമ്മുടെ ഉൾത്തടത്തിൽ തന്നെ ലയിച്ച് ലീനമായി പോകണം. എത്ര തവണ പറയണം ഞാനിത്? നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ലഗ്നമാക്കാനുള്ളത് തത്വമനനം മാത്രമേ ഉള്ളൂ. ആ തത്വമനനത്തിൽ മനസ്സും ബുദ്ധിയും പ്രവേശിക്കട്ടെ. അതിൽ വ്യഗ്രതയോടുകൂടി ലഗ്നതയോടുകൂടി പതിഞ്ഞിരുന്ന് അവസാനം ആ മനസ്സും ബുദ്ധിയും തൻ്റെ മനന പ്രക്രിയ തന്നെ നിർത്തി ഉള്ളിൽ നിശ്ചലമായിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് എണീറ്റ് കണ്ണങ്ങട് മിഴിക്കുമ്പോഴാണ് ആ ഉള്ള അനുഭവം സാർവത്രികമായി വികസിക്കുന്നത്. ആ വികസനത്തെയും സുഗമമാക്കാനുള്ള തത്വവിചാരങ്ങളും സമ്പ്രദായങ്ങളുമുണ്ട്. അതാണല്ലോ ഇവിടെ ഉപദേശിക്കുന്നത്. ആര്? അഷ്ടാവക്രൻ ജനകനെ നോക്കി. ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വഴി. ആരും തന്നെ ഈ തത്വശ്രവണത്തെയും തത്വമനനത്തെയും വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ഇവിടുന്ന് പോകരുത്. എനിക്ക് നല്ല പോലെ അറിയാം, നമ്മുടെ വടക്കുനാഥൻ്റെ മുൻപിലുള്ള ഈ തൃശ്ശൂരിലത്തെ തൃശ്ശിവപേരൂരിലെ സദസ്സുണ്ടല്ലോ, നിങ്ങൾ തത്വശ്രവണ കുതുകികളാണ്. ആ ശ്രവണത്തിൻ്റെ പിന്നിൽ കിടക്കുന്നത് നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ പതിപ്പാണ്. പതിയണം. ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വയം ഇരുന്ന് ഈ സ്വാമി പറയുന്ന മാതിരി മുഴുവൻ പറഞ്ഞുണ്ടാക്കാൻ സാധിക്കില്ല. ഇത്ര നല്ല വിവരണങ്ങളോ വ്യാഖ്യാനങ്ങളോ നമുക്ക് കിട്ടിയെന്നും വരില്ല. പറയുന്നതൊന്ന്, എഴുതുന്നത് വേറെ ഒരു തരം. പറയുന്ന സമയത്ത് ഒരാളുടെ ജീവനും ചൈതന്യവും ആ ശബ്ദത്തിലും വാക്കിലും ഉണ്ടാവും. എഴുതുന്ന സമയത്ത് അത് അത്ര ഉണ്ടായി എന്ന് വരില്ല. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമേ ശബ്ദകോശത്തിൽ നിന്ന്, ശബ്ദനാളത്തിൽ നിന്ന് ശബ്ദം പുറപ്പെടുള്ളൂ. പ്രാണൻ നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ നിന്നോ വായിൽ നിന്നോ ശബ്ദം വരില്ല. അപ്പോൾ ഓരോ വാക്കിലും അങ്കിതമായിരിക്കുന്നത് പ്രവക്താവിൻ്റെ ജീവനും ചൈതന്യവുമാണ്. അത് എത്രത്തോളം പ്രവക്താവ് തൻ്റെ വാക്കുകളിൽ പ്രസരിപ്പിക്കാൻ സാധിക്കണം അദ്ദേഹത്തിന് എന്നുള്ളത് വ്യക്തീയമായ ഒരു പരിഗണനയാണ്. അങ്ങനെ ഈ തത്വശ്രവണത്തിനും തത്വകഥനത്തിനും വളരെയധികം വലിയ ഒരു ശക്തിയാണ്, സ്വാധീനമാണ്. അതൊരു സാധനയാണ്, ഒരു അനുഷ്ഠാനമാണ്, ഒരു തപസ്സാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. നമ്മൾക്കിനി ഗ്രഹിക്കാനുള്ളത് എന്താ? ഒരേ ഒന്ന്, ആത്മാ. ഒന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ. എന്താ പറയാത്തെ? ഞാൻ. അങ്ങനെ ഒന്നുണ്ടോ? അറിയില്ല. അങ്ങനെ ഒന്നുണ്ടോന്ന്? എവിടെയത്? അതിനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നാം ഉരുവിടുന്ന ഞാൻ, പറയുന്ന ഞാൻ, സൂചിപ്പിക്കുന്ന ഞാൻ, അനുഭവിക്കുന്ന ഞാൻ, മറക്കാൻ പറ്റാത്ത ഞാൻ. ലോകത്തിൽ ഈശ്വരവിശ്വാസമുള്ളവരും ഇല്ലാത്തവരെന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ഈശ്വരശാസ്ത്രം വായിച്ച് മനസ്സിലാക്കിയാൽ അറിയാം, ഞാൻ എന്ന പ്രത്യയം കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ആത്മാ. ആ ആത്മാവിൻ്റെ പര്യായ ശബ്ദമാണ് ഈശ്വരൻ. അപ്പം നമ്മുടെ കേരള അസംബ്ലി പാസ്സാക്കിയ നിയമം ആബ്സല്യൂട്ട് നോൺസെൻസ്. ഒരർത്ഥവുമില്ല അതിന്. ഈശ്വരവിശ്വാസം ഇല്ലാത്തവരാത്രേ. അങ്ങനെ ഒരാളുണ്ടോ ലോകത്തിൽ? വിശ്വാസി എന്ന് പറയുന്നത് ആരെയാ? മനുഷ്യനെയാണ്. ഞാൻ എന്ന് പറയുന്നവനാണ് വിശ്വസിക്കുന്നത്, വിശ്വസിക്കാതെ ഇരിക്കുന്നത്. ശരിയായിട്ടുള്ള ഈശ്വരൻ, പരമാത്മ, ആത്മതത്വം വിശ്വാസത്തിനോ അവിശ്വാസത്തിനോ തകിടം മറിക്കാൻ പറ്റാത്തതാണ്, വിധേയമല്ല. അനിഷേധ്യമായി നിസ്സംശയം എല്ലാവരുടെ ഉള്ളിലും ജ്ഞപ്തിയായി ജ്ഞാനദീപ്തിയായി ജ്ഞാനപ്രകാശമായി അനുഭവസിദ്ധമായി ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും മറക്കുമ്പോഴും ഓർമ്മ വയ്ക്കുമ്പോഴും എല്ലാ സമയത്തും ഒരുപോലെ വിരാജിക്കുന്നത് സൂര്യനല്ല, ചന്ദ്രനല്ല, നക്ഷത്രങ്ങളല്ല, ദൃശ്യവസ്തുക്കളല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാറ്റിനും സാക്ഷിയായി വിഷയിയായി പ്രത്യേകാത്മാവായി പ്രശോഭിക്കുന്ന ഞാനെന്ന വാക്കിൻ്റെ ഉള്ളടക്കം മാത്രമാണ് ഇവിടെ അസ്തിത്വം, വേറെ ഒന്നുമില്ല. അതിന് പര്യായമായി ഈശ്വരൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈശ്വരന് നിലനിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഈശ്വരനും ഇല്ല നിലനിൽപ്പ്. ആത്മാവിൻ്റെ പര്യായ ശബ്ദമാണോ ഭഗവാൻ?
എന്നാ ഭഗവാന് നിലനിൽപ്പുണ്ട്. അല്ലെങ്കിൽ ഭഗവാനും ഇവിടെ അസ്തമിക്കും, മറക്കപ്പെടും. മനുഷ്യൻ എല്ലാം മറക്കുന്നതാണ്, ഭഗവാനെയും മറക്കും. എന്നാൽ തന്നെ മറക്കാൻ ഒരാളും ലോകത്തിലില്ല. അതാണ് ഇതിൻ്റെ വിശേഷം. വിഷയഭേദം സംശയാതീതമസ്തി സ്ഥലജലൈവ തസ്മാത് സുസ്ഥിരോ തിഷ്ഠ നിത്യം. ത്വമഹമിതി സദൈവ ദ്വന്ദ്വയേവാസ്തി നൂനം തദയമിഹ സയേഷഃ സന്ധി സർവത്ര ഭിന്നാഃ. വിഷയഭേദം സംശയാതീതമസ്തി. രണ്ട് വാക്കാണ് കൂട്ടരെ. വിഷയം എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ്, വിഷയി എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റിനെ ഗ്രഹിക്കുന്നവൻ വിഷയി. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ ഇല്ലേ? ഉണ്ടാതെ എന്താ നിങ്ങൾക്ക് പറയാൻ വിഷമം? അറിയില്ല എന്ന് പറയുന്നെങ്കിൽ, ഞാനൊരു വസ്തുവിനെ കാണുന്നു, വസ്തു എന്നാൽ കാണപ്പെടുന്നു. ഈ വസ്തു എന്നാൽ കാണപ്പെടണമെങ്കിൽ വസ്തു കൂടാതെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അവിടെ വേണോ വേണ്ടയോ? ഈ കാണൽ എന്ന് പറയുന്നത് തന്നെ എന്താ? കാണുന്നവൻ, വിഷയി, കാണപ്പെടുന്ന വസ്തുവുമായി നടക്കുന്ന സമ്പർക്കത്തിനാണ് കാണൽ, കാഴ്ച എന്ന് പറയുന്നത്. അപ്പം വിഷയി ഇല്ലാതെ വിഷയമുണ്ടോ? ഇത് രണ്ടും ഒന്നോ വേറെ വേറെയോ? രണ്ടും വേറെ വേറെ. സംശയാതീതമസ്തി, ഇതിന് ഒരു വിധത്തിലുള്ള സംശയവുമില്ല. സ്ഥലജല ഇവ തസ്മാത്. സ്ഥലം ജലം എന്ന് രണ്ട് വാക്ക്. സ്ഥലമാണോ ജലം? ജലമാണോ സ്ഥലം? സ്ഥലം എന്ന് പറയണത് ഒന്ന്, ജലം എന്ന് പറയണത് ഒന്ന്. ജലം ഭൂമിയുടെ മുകളിൽ താഴത്ത് ഇങ്ങനെ പരന്ന് ഒഴുകുന്നതും ഒരേ ലെവല് കണ്ടെത്തുന്നതുമാണ്. സ്ഥലം പുറത്തുമാകാം, അകത്തുമാകാം, ഉള്ളിലാവാം, വലത്ത് ഇടത്ത് മുകളിൽ ചോട്ടിലും ഒക്കെ ആവാം. സ്ഥലം എന്നതിന് ആകാശം എന്ന് പോലും അർത്ഥമുണ്ട്. അപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി അനങ്ങാതെ എല്ലാവർക്കും സൂചിപ്പിക്കാവുന്ന തരത്തിൽ ഏകദാനമായി നിലനിൽക്കുന്നതാണ് സ്ഥലം. ജലം എന്ന് പറഞ്ഞാൽ ദ്രവരൂപത്തിൽ ഒഴുകി തൻ്റെ ലെവല് സദാ കണ്ടെത്തുന്നതായ ദ്രവരൂപത്തിലുള്ള ഒരു സാധനമാണ്. അങ്ങനെ സ്ഥലജല ഇവ തസ്മാത് സുസ്ഥിരോ തിഷ്ഠ നിത്യം. സ്ഥലവും ജലവും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് വിഷയവും വിഷയിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കി താൻ വിഷയിയാണ് എന്നുള്ള ധാരണയിൽ ഉറച്ചിരിക്കുവപ്പാ, ഉറച്ചങ്ങടിരിക്കൂ. ലോകത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ചിന്തിച്ചോളൂ, സംസാരിച്ചോളൂ, സമ്പർക്കം നടത്തിക്കോളൂ, ഊണ് കഴിച്ചോളൂ, ഉറങ്ങിക്കോളൂ, സ്വപ്നം കണ്ടോളൂ, അങ്ങാടി പൊക്കോളൂ, ഉദ്യോഗം ഭരിച്ചോളൂ, ശമ്പളം മേടിച്ചോളൂ, ചെലവ് ചെയ്തോളൂ. ഇതൊക്കെ നിങ്ങൾ ചെയ്താലും വിഷയി എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭ്രംശമോ മാറ്റമോ വരുന്നുണ്ടോ? ഉണ്ടോ? ഉറക്കം പറയും. വിഷയി തന്നെയാണ്, വിഷയം തന്നെയാണ്. ത്വമഹമിതി സദൈവ ദ്വന്ദ്വയേവാസ്തി നൂനം. രണ്ട് വാക്ക്. ത്വം നീ, അഹം ഞാൻ. എന്ത്? നീ എന്നൊരു വാക്ക്, ഞാൻ എന്നൊരു വാക്ക്. ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് എന്നോട് പറയും. ഞാൻ എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിലാണ്. നീ എന്ന് പറയണതോ എൻ്റെ മുൻപിൽ ഞാനല്ലാതെ എനിക്ക് കാണാനും സൂചിപ്പിക്കാനുമായി വ്യത്യസ്തമായി ഭിന്നമായി നിൽക്കുന്നതാണ് നീ. നീ അവിടെയാണെങ്കിൽ ഞാൻ ഇവിടെയാണ്. രണ്ടാൾ രണ്ട് ഭാഗത്തേക്കുള്ള പോക്കാണ്. അപ്പം നല്ല പോലെ നമ്മൾ മനസ്സിലാക്കണം, ത്വം അഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ദ്വന്ദ്വമാണ്. പരസ്പര വിരോധികളായിരിക്കുന്ന രണ്ടെന്നെയാണ് ദ്വന്ദ്വം എന്ന് പറയുക. അകം പുറം, രാവ് പകല്, കൂട്ടല് കിഴിക്കല്, പുരുഷൻ സ്ത്രീ, സുഖം ദുഃഖം, ഉള്ളം ഉള്ള് പുറം, സ്വർഗം നരകം, ഇതൊക്കെ ദ്വന്ദ്വങ്ങളാണ്. അങ്ങനെ ദ്വന്ദ്വങ്ങളെ പോലെയാണ് നിൽക്കുന്നത് ത്വം അഹം എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നാവില്ല ഒരിക്കലും. ഇത് നല്ല പോലെ ഉറച്ച് തദയമിഹ സയേഷഃ. നമ്മൾ സർവനാമ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത് എത്ര എണ്ണമുണ്ട്? ഞാൻ, നീ, ഇത്, അത്, അവൻ, ഇവൻ, അവൾ, ഇവൾ, അവർ, ഇവർ, ഇതൊക്കെ സർവനാമ ശബ്ദങ്ങളാണ്.
ഇങ്ങനെ എന്തെല്ലാം സർവനാമ ശബ്ദങ്ങളുണ്ടോ ആ ശബ്ദങ്ങളൊക്കെ പരസ്പരം വിഭിന്നങ്ങളും വ്യത്യസ്തങ്ങളുമല്ലേ? എന്താ മിണ്ടാതെ? ആണോ അതെയോ? അപ്പം ഈ സർവനാമ ശബ്ദങ്ങളിൽ എന്ത് തന്നെ എടുത്താലും അത് ഒരിക്കലും അഹമാവില്ലല്ലോ. ഞാനായിട്ടല്ലേ നിൽക്കുള്ളൂ. അത് നല്ല പോലെ വ്യത്യസ്തമായി മനസ്സിലാക്കിയാൽ നിങ്ങൾ വിഷയിയാണ്, ഞാൻ സ്വയം വിഷയിയാണ്, മറ്റുള്ളതൊക്കെ എനിക്ക് ഓബ്ജക്റ്റ് വിഷയമായിട്ടുള്ളതാണ്. ആദ്യമായിട്ട് നീ, പിന്നെ അവൻ, ഇവൻ, അവൾ, ഇവൾ, അവർ, ഇവർ എന്ന് തുടങ്ങിയ എല്ലാം തന്നെ എനിക്ക് വിഷയമാണ്. ഞാൻ മാത്രമേ ലോകത്തിൽ വിഷയിയുള്ളൂ, മറ്റെല്ലാം എനിക്ക് വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ ഏത് സർവനാമ ശബ്ദത്തിൽപ്പെട്ടതായാലും ശരി എന്നിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ഉറച്ചങ്ങോട്ട് ഇരുന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് മാറ്റം എന്നൊന്ന് പറയും. ജനിച്ചതുകൊണ്ട് നിങ്ങൾ വിഷയിയല്ലാതെയായോ? കല്യാണം കഴിച്ചതുകൊണ്ട് നിങ്ങൾ ഭാര്യയോ ഭർത്താവയോ നിങ്ങളെ എങ്ങനെയാണ് പരാമർശിക്കുക? നീ എന്ന് പറയോ അതോ ഞാൻ എന്ന് പറയോ? സംശയമാണല്ലേ? ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ എന്താ പറയുക? നിങ്ങൾ നീ, ഇവൻ, അവൻ എന്നൊക്കെയല്ലേ പറയുക. ഏതെങ്കിലും ഒന്ന് ഞാനുണ്ടോപ്പാ രണ്ടാമത്? ഒക്കെ വിഷയങ്ങളാണല്ലോ. ഈ വിഷയിക്ക് എന്താ മാറ്റം? ഒരു മാറ്റവുമില്ല. അത് നല്ല പോലെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ എന്താ നിങ്ങൾക്ക് ബാധ? എന്ത് ബാധ? എന്ത് ബന്ധനം? ആരെ ചൊല്ലി? ഈ ലോകം മുഴുവനും വിഷയമാണ്. ഞാൻ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട അഹം, ഞാൻ വിഷയിയാണ്. ഈ വിഷയെ വിഷയമാക്കാൻ ലോകത്തിൽ ഒരാൾക്കും പറ്റില്ല. വിഷയം വിഷയിയുമാവില്ല, വിഷയി വിഷയവുമാവില്ല. ഈ വ്യത്യാസം നിങ്ങൾ അടിസ്ഥാനഭൂതമായി, ആധാരഭൂതമായി നല്ല പോലെ ഉറച്ചു മനസ്സിലാക്കി ഞാൻ വിഷയസ്ഥാനത്ത് വിരാജിക്കുന്നവനാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വന്നാൽ അതോടുകൂടി ജീവിത പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിച്ചോ കൂട്ടരെ? അവസാനിച്ചില്ലേ? എനിക്ക് ബന്ധനം. എന്ത് ബന്ധനം? ബന്ധനം വിഷയമാണ്. നിങ്ങൾ വിഷയിയാണ്. വിഷയെ ബന്ധിക്കാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. എന്തൊക്കെ സാധനങ്ങൾ ഇപ്പം നിങ്ങൾ ശരീരം ധരിക്കുമ്പോൾ ശരീരം ബന്ധനമോ അതോ വസ്ത്രം ധരിക്കുമ്പോൾ ശരീരത്തിന് ബന്ധിക്കാനോ അതോ ശരീരത്തിന് സൗകര്യത്തിനോ? എന്താ മിണ്ടാതെ? തല ചീകണത് അഴകിനോ അതോ? അപ്പോൾ വസ്ത്രം ധരിക്കുന്നത് മാതിരി ശരീരം ധരിച്ചിരിക്കുന്നു, അത് നമ്മുടെ സൗകര്യത്തിനാണ്. ശരീരം ഉള്ളത് കൊണ്ടാണ് ജനിച്ചത് കൊണ്ടാണ് വളർന്നത്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്, അതുകൊണ്ടാണ് പഠിച്ചത്, വിവാഹം കഴിച്ചത്, കുട്ടികളുണ്ടായത്, സമാജത്തിന് പലവിധത്തിലുള്ള സർവതോമുഖമായ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ ശരീരമുള്ളത് കൊണ്ടും ശരീരം കിട്ടിയത് കൊണ്ടുമാണ്. ആ ശരീരം ഒരിക്കലും വിഷയിയാവുന്നില്ല. വിഷയിക്ക് പലതും ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ ഒരു ഉപകരണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്തിലാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്, ശങ്കരാചാര്യൻ എഴുതിയിട്ടുള്ള അഭ്യാസ ഭാഷ്യത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് വായിക്കാമെന്ന്. വായിക്കട്ടെ? ഇനി വായിച്ചിട്ട് സ്വാമിജി പറ്റിയില്ല എന്ന് പറയുമെന്നാണ് എനിക്ക് പേടി. അപ്പോൾ സ്വാമിജിയെ വിചാരിച്ചെങ്കിലും നിങ്ങളിത് കേൾക്കണം. യുഷ്മദസ്മത് പ്രത്യഗോചരയോ വിഷയവിഷയിനോ തമഃപ്രകാശവത് വിരുദ്ധസ്വഭാവയോ ഇതരേതരഭാവാനുപപത്തൗ സിദ്ധായാം തദ്ധർമാണാമപി സുതരാം ഏതരഭാവ അനുപപത്തി. ഒന്ന് കേൾക്കണപ്പാ നിങ്ങൾ. ഇത്രയും വലിയ ഒരു നല്ല സദസ്സാണല്ലോ. ആ സദസ്സിലുള്ളവരിതൊന്ന് കേട്ട് ഗ്രഹിച്ചാൽ, എടോ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. 1200 കൊല്ലം മുൻപ് ശങ്കരാചാര്യൻ എഴുതി വച്ചിരിക്കുന്നു. ലോകത്തിലെ ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ തലയെ മുഴുവൻ പുകയ്ക്കുന്നതാത്. ഒരൊറ്റ ആൾക്ക് ഒരക്ഷരം അതിൽ നിന്ന് എഴുതി മാറ്റാൻ പറ്റില്ല. യുഷ്മദസ്മത് പ്രത്യഗോചരയോ വിഷയവിഷയിനോ തമഃപ്രകാശവത് വിരുദ്ധസ്വഭാവയോ. ഈ ലോകമെല്ലാം കൂടി 2 പ്രത്യയങ്ങൾക്ക് വിധേയമാണ്. യുഷ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ നീ, നിങ്ങൾ, താങ്കൾ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ് ഒന്ന്. അസ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വാക്കുകൊണ്ട്, താൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ് അസ്മത് പ്രത്യയം. യുഷ്മത് പ്രത്യയം എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിരൽ എങ്ങടാ ചൂണ്ടുക? ഞാൻ എന്ന് പറഞ്ഞിട്ടോ?
അപ്പോൾ ഇത് രണ്ടും രണ്ട് ഭാഗത്തേക്ക് പോകണതല്ലേ? ഇത് രണ്ടും എപ്പോഴെങ്കിലും ഒരുമിച്ചാവുമോ? ഒന്ന് മറ്റൊന്നിൻ്റെ സ്ഥാനത്തിൽ ഇരിക്കുമോ? അപ്പോൾ യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോഹോ, യുഷ്മദ് അസ്മത് എന്ന് രണ്ട് പ്രത്യയങ്ങൾക്ക് ഗോചരമായിട്ടുള്ള വിഷയ വിഷയിണോഹോ. യുഷ്മത് പ്രത്യയം കൊണ്ട് സൂചിപ്പിക്കുന്നത് വിഷയം അഥവാ ഓബ്ജക്റ്റ്, അസ്മത് പ്രത്യയം കൊണ്ട് സൂചിപ്പിക്കുന്നത് വിഷയി അഥവാ സബ്ജക്റ്റ്. വിഷയ വിഷയിണോഹോ തമഃപ്രകാശവത്. ഒന്ന് കേൾക്കണപ്പ, തമഃപ്രകാശവത്, തമസ്സും പ്രകാശവും പോലെ വ്യത്യസ്തമാണത് എന്ന്. ഒരാൾക്കും ഇരുട്ടെന്താ പ്രകാശം എന്താ എന്നുള്ള കാര്യത്തിൽ സംശയം വരുമോ? ആരെങ്കിലും പറയുമോ ദാ ഇരുട്ടാണ് സ്വാമിജി ഇപ്പോൾ ഇവിടെ എന്ന്? വിളക്കങ്ങോട്ട് കെടുത്തിയാൽ പറയും ഇരുട്ടാണെന്ന്. അപ്പം ഇരുട്ടും പ്രകാശവും പരസ്പര വിരുദ്ധമാണ്. പ്രകാശം വന്നാൽ ഇരുട്ട് കാണില്ല, ഇരുട്ടുള്ളപ്പോൾ പ്രകാശം ഉണ്ടാവില്ല, പരസ്പര വിരോധമാണ്. വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതര ഭാവാനുപപത്തൗ സിദ്ധായാം. അങ്ങനെ വിഷയത്തിൻ്റെ ഭാവങ്ങളോ ഗുണങ്ങളോ ലക്ഷണങ്ങളോ, വിഷയിയുടെ ഭാവമോ ഗുണമോ ലക്ഷണമോ, ഇവ രണ്ടും ഒരിക്കലും ഒന്നാവില്ലല്ലോ. എന്താ മിണ്ടാതെ? ഒന്നാവോ? ആവില്ല. ഇതരേതര ഭാവാനുപപത്തൗ സിദ്ധായാം. ഇത് രണ്ടും ഒന്നാകില്ല എന്നുള്ള ന്യായം, യുക്തി, സത്യം സിദ്ധമായിരിക്കെ, അനുഭവസിദ്ധമായിരിക്കെ തദ്ധർമാണാമപി സുതരാം ഇതരേതര ഭാവ അനുപപത്തി. അവയ്ക്ക് രണ്ടിനുമുള്ള ലക്ഷണങ്ങളുണ്ടല്ലോ, സ്വഭാവവിശേഷങ്ങൾ. ആ സ്വഭാവവിശേഷങ്ങളും തികച്ചും വ്യത്യസ്തമായി അന്യോന്യം പകർന്നു കൊടുക്കാൻ പറ്റാത്തതായി നിലനിൽക്കുന്നവയാണ്. ആ രണ്ട് വസ്തുക്കൾ വിഭിന്നങ്ങൾ എന്നതുപോലെ ഓരോ വസ്തുവിനുമുള്ള ലക്ഷണങ്ങൾ മറ്റുള്ളതിൻ്റെ ലക്ഷണങ്ങളോടുകൂടി പൊരുത്തപ്പെടുന്നതോ ചേർത്താവുന്നതോ പരസ്പരം മാറ്റിവെക്കാവുന്നതോ അല്ല എന്നുള്ളത് സമ്മതിച്ചോ? ഞാൻ എന്നത് നീയല്ല, അപ്പം നിൻ്റെ ലക്ഷണങ്ങൾ എനിക്കില്ല, എൻ്റെ ലക്ഷണങ്ങൾ നിനക്കുമില്ല. ഇത് രണ്ടും സിദ്ധമായിരിക്കെ ഇതരേതരഭാവാനുപപത്തി ഇത്യതഃ അസ്മത് പ്രത്യയഗോചരേ വിഷയിനി ചിദാത്മകേ യുഷ്മത് പ്രത്യയഗോചരസ്യ വിഷയസ്യ. ഇത് അടിസ്ഥാന തത്വം സിദ്ധമായിരിക്കെ, സമ്മതിച്ചിരിക്കെ ഒരു ചോദ്യം. അസ്മത് പ്രത്യയഗോചരേ വിഷയിനി, ഞാൻ, ഞങ്ങൾ എന്ന് പറയുന്ന ആ പ്രത്യയം, ആ ഐഡിയ ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റ്, അതിന് വിധേയമായിരിക്കുന്ന വിഷയിയിൽ, സബ്ജക്റ്റിൽ, ആ വിഷയി എങ്ങനത്തതാ? ചിദാത്മകേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരൊറ്റ വാക്കാണപ്പാ, ചിദാത്മകേ. അതാണ് ചിത്ത്. ചിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ബോധം, ഉണർവ്, അവെയർനെസ്, സെൻഷ്യൻസ്, കോൺഷ്യസ്നെസ്. ആ വിഷയിക്ക് മാത്രമേ ഇവിടെ കോൺഷ്യസ്നെസ് ഉള്ളൂ. ഒരൊറ്റ വിഷയത്തിന് അതില്ല. വിഷയവും വിഷയും തമ്മിലുള്ള വ്യത്യാസം, വിഷയി സ്വയം ബോധവാനാണ്, വിഷയങ്ങൾക്കൊന്നും സ്വയം ബോധമില്ല. ഭൂമിയെ തൊട്ടു കുഴിച്ചു, അതിന് വേദനിക്കോ? എന്നെ തൊടണു കുഴിക്കണു എന്ന് പറയോ? വെള്ളത്തിൽ വെട്ടിയാലോ, കാറ്റിനെ ഛേദിച്ചാലോ അതിനൊന്നും പറയാൻ പറ്റില്ല. അത് ജഡമാണ്, വിഷയി ചേതനമാണ്. അപ്പം ചേതനാത്മകമായ വിഷയി ചിദാത്മകേ യുഷ്മത് പ്രത്യയഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാം ചാധ്യാസഃ. അങ്ങനെ ചിദാത്മാവായി, ഉണർവായി, ഏകമായി, എല്ലാറ്റിനും സാക്ഷിയായി, ഒന്നിനോടും കലരാതെ, ഒന്നിലും ചെന്ന് പതിയാതെ, ആകാശത്തെപ്പോലെ നിർമ്മലമായി, ശുദ്ധമായി, സൂക്ഷ്മമായി, എല്ലാറ്റിനെയും ഗ്രഹിച്ചും ഗ്രസിച്ചും ഉള്ളിലും പുറത്തും ഒരുപോലെ പ്രസരണം ചെയ്തു നിൽക്കുന്ന ആ വിശേഷപ്പെട്ട സാന്നിധ്യത്തിൽ എല്ലാവിധത്തിലും പരിമിതമാണ്, ഒതുങ്ങിയതാണ്, സ്ഥൂലമാണ്, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ്. അങ്ങനെയുള്ള വസ്തുക്കളുള്ള ധർമ്മത്തെ ആരോപിക്കുന്നുവല്ലോ. ഇതാണ് മനുഷ്യനുള്ള വിന. ലോകത്തിൽ ചിത്തം ഒന്നേ ഉള്ളൂ, ചിദാത്മകം. അതൊരൊറ്റെണ്ണാണ്. പഞ്ചഭൂതങ്ങളിൽപ്പെട്ട ഒന്നിനും ചിത്തില്ല, ചേതനയില്ല. ബാക്കിയൊക്കെ ജഡവസ്തുക്കളാണ്.
നിങ്ങൾ ഫിസിക്സ് പറഞ്ഞാലും കെമിസ്ട്രി പറഞ്ഞാലും ബയോളജി, സുവോളജി എന്തൊക്കെ പറഞ്ഞോളൂ, ഇതൊക്കെ വിഷയശാസ്ത്രമാണ്, ഒബ്ജക്റ്റീവ് സയൻസസ് ആണ്. സയൻസസ് ഡീലിംഗ് വിത്ത് ഇനേർട്ട് ഓബ്ജക്ട്സ് ഓഫ് ദ വേൾഡ്. നൺ ഓഫ് ദം ഈസ് സെൻഷ്യൻ. നത്തിങ് ഹാസ് ഗോട്ട് എനിത്തിങ് ലൈക്ക് ആൻ അവെയർനെസ് ഓർ കോൺഷ്യസ്നെസ്. സോഡിയം എടുത്തു, ക്ലോറിൻ എടുത്തു, മിക്സ് ചെയ്തു, സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കി. സോഡിയം പറയോ എനിക്ക് പരിണാമം വന്നു എന്ന്? ഊവോ, നമ്മളിങ്ങനെ ചെയ്തു. എന്നിട്ട് നമ്മൾ പറയാണ് H2O കൂട്ടിച്ചേർത്തു വെള്ളമുണ്ടായി എന്ന് നമ്മൾ പറയല്ലാതെ H2O എച്ചും പറയില്ല, ടൂവും പറയില്ല, ഓവും പറയില്ല. നല്ല പോലെ മനസ്സിലാക്കി. അത് രണ്ടും തമ്മിൽ ഒരു അധ്യാസം നടത്തുന്നു. തദ് വിപര്യേണ വിഷയിനഃ തദ് ധർമാണാം ച വിഷയേ അധ്യാസോ മിഥ്യേതു ഭവതിം യുക്തം. ഇത് രണ്ടും തമ്മിലുള്ള അധ്യാസം, സൂപ്പർ ഇമ്പോസിഷൻ, imposing the qualities and characteristics of the subject over the objects, and equally imposing the characteristics, qualities, features and highlights of the objects upon the subject. ഇത് രണ്ടും മിഥ്യേതു ഭവിതും യുക്തം. ഇത് ഒരിക്കലും സമ്മതിക്കാവുന്നതല്ല. This is a sheer product of illusion of the first order. തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ അധ്യസ്യ ഇതരേതരാ വിവേകേന അത്യന്തവിവിക്തയോഃ ധർമ്മധർമ്മിണോഃ മിഥ്യാജ്ഞാനനിമിത്തഃ സത്യാനൃതേ മിഥുനീകൃത്യ അഹമിദം മമേദം ഇതി നൈസർഗികോയം ലോകവ്യവഹാരഃ. ഇത് ഞാനൊരു 5-10 ആളോട് കൂടി അടുത്തിരുന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. നിങ്ങളെല്ലാവരും ഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലും ഈ കാര്യത്തിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തത് കൊണ്ട്, ഒരിക്കലും അന്വേഷിക്കാത്തത് കൊണ്ട്, ജനിച്ചത് മുതൽക്ക് ലോകവസ്തുക്കളെ കാണുന്നു. ആര് കാണുന്നു? ഞാൻ കാണുന്നവനോ കാണപ്പെടുന്നവനോ എന്നൊരു ചോദ്യം ഒരൊറ്റ കുട്ടിയുടെ ഉള്ളിൽ ഉദിക്കുന്നില്ല. അച്ഛനമ്മമാർ തൊടുത്തുവിടുന്നില്ല. പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെ മനസ്സിലില്ല, പാഠ്യപദ്ധതിയിലില്ല, റിസർച്ച് ഗവേഷണത്തിലില്ല. ഗോഡ് പാർട്ടിക്കിൾ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിലാണ് യൂറോപ്യൻ സാമ്രാജ്യത്തിൽ ചിലരൊക്കെ ഉള്ളവർ. അവർ ഗോഡ് പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാൻ പോകുമ്പോഴും അതൊരു പാർട്ടിക്കിളാണ്, വിഷയമാണ്, വിഷയിയല്ല. അവർ വിഷയിയാണ് കണ്ടുപിടിക്കാൻ പോണെങ്കിൽ എന്ത് വേണം? കണ്ണടയ്ക്കണം, മൈക്രോസ്കോപ്പ് വിടണം, ടെലിസ്കോപ്പ് വിടണം, ലബോറട്ടറി വിടണം. ലോകത്തിനെ കാണിച്ചു തരുന്ന കണ്ണും ഇന്ദ്രിയങ്ങളെയും അടച്ച് ഉള്ളിലങ്ങോട്ട് മുങ്ങി എവിടുന്നാണ് ഈ വിഷയബോധം, വിഷയി ഞാൻ എന്ന് പറയുന്നത് എവിടുന്നാണ്, അതിൻ്റെ സ്രോതസ്, ഉറവിടം എന്നിങ്ങനെ ചിന്തിച്ച് ഉള്ളിലിറങ്ങി കണ്ടുപിടിക്കണം. അത് അവർക്ക് പറ്റില്ല. നമ്മൾ പഴയ കാലത്തെ കണ്ടുപിടിച്ചതാണ്, പഴയ കാലത്തെ നമ്മുടെ അടുത്തുള്ളതാ. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ. എല്ലാം കൂടി ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അത് സർവഭൂതങ്ങളിലും ഗൂഢമാണ്. സർവവ്യാപി സർവഭൂത അന്തരാത്മാ. എല്ലാ ഭൂതങ്ങളിലുമുണ്ട്, അന്തരാത്മാവാണ്. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂത അന്തരാത്മാ. സർവാധ്യക്ഷഃ സർവഭൂതാധിവാസഃ. എല്ലാറ്റിനും അധ്യക്ഷ സ്ഥാനമാണതിന്, സാക്ഷി സ്ഥാനമാണ്, പ്രസിഡൻ്റാണ്. സർവഭൂതാധിവാസഃ. എല്ലാറ്റിലും അധിവസിക്കുന്നു. എങ്ങനെ? സാക്ഷി, സാക്ഷിയായി. ഇന്നത്തെ വാക്കാണ് ചേത. കോൺഷ്യസ്നെസ്സായി, പ്രജ്ഞയായി, ചേതനാത്മകമായി, ചേതനയായി. കേവലോ നിർഗുണശ്ച. ഒരേ ഒന്നായി. ഒരു വിധത്തിലുള്ള ഗുണഫലങ്ങളോ സ്വാധീനങ്ങളോ ഏശാതെ നിൽക്കുന്നു. ഇത് നമ്മൾ മുക്തകണ്ഠം പറഞ്ഞതാണ്. ചരിത്രാതീത കാലം മുതൽ, അനാദിയായിരിക്കുന്ന വേദകാലം മുതൽ പറഞ്ഞു വരുന്നതാണ്. നമുക്കൊരു പുതിയ റിസർച്ചൊന്നും ഇതിന് വേണ്ട. റിസർച്ച് നമ്മുടെ പിന്നാലെയാ, നാം റിസർച്ചിൻ്റെ പിന്നാലെയല്ല. സർവ റിസർച്ചും പുറപ്പെടുന്നത് വിഷയമണ്ഡലത്തിൽ നിന്നാണ്. അവരന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോകുന്ന ഗോഡ് പാർട്ടികൾ ഈശ്വരനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ
ആ പാർട്ടിക്കിൾ പുറത്തല്ല. അത് അവരുടെ ഉള്ളിൽ, മനോവൃത്തികൾക്ക് പിന്നിൽ, ബുദ്ധിവൃത്തികൾക്ക് പിന്നിൽ, അഹങ്കാരത്തിൻ്റെ പിന്നിൽ, ഉള്ളുണർവിൻ്റെ സ്രോതസ്സായി, ഉറവിടമായി സദാ പ്രകാശിക്കുന്നതും അനിഷേധ്യവുമാണത്. അത് വസ്തുവല്ല, അത് ദ്രവ്യമല്ല, അത് എനർജിയല്ല. അതിനെ വാക്കുകൊണ്ട് പിടിക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് ഗ്രഹിക്കാനും പറ്റില്ല, ബുദ്ധിയുടെ അറിവിനും ഏശില്ല. അത് എല്ലാറ്റിനും ഉപരിയായി അന്തസ്ഥലത്തിൽ താനായി വിഷയായി സദാ പ്രകാശിക്കുന്നു. ഇങ്ങനെ വിഷയവും വിഷയിയും തമ്മിൽ ഒരു തരത്തിലുള്ള അധ്യാസവും സാധ്യമാകാതിരിക്കെ അഹമിതം മമേദം ഇതി, അഹമിതം, ഇതാണ് ഞാൻ. ഏതാണ് ഞാൻ? ഈ ശരീരമാണ് ഞാൻ. നിങ്ങളുടെ ശരീരത്തിന് ഞാൻ തൊട്ടാൽ നിങ്ങൾ എന്താ പറയുക? സ്വാമിജി എന്താ എന്നെ തൊട്ട എന്ന് പറയും. ആരെ തൊട്ടു? എന്നെ തൊട്ടു. കുറച്ച് കഴിഞ്ഞാൽ പറയാം തനിക്ക് സുഖമില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. എന്താ? ഇന്ന് ആകെ മൊത്തം ശരീരത്തിനൊരു സുഖമില്ല എനിക്ക്. അപ്പം മാറ്റി തട്ടുമാറി നോക്കൂ. ചിലപ്പോൾ പറയും എന്നെ തൊട്ടു എന്ന്, ചിലപ്പോൾ പറയും എൻ്റെ ശരീരത്തിന്. ഇപ്പം എനിക്കിന്ന് വിശപ്പാന്ന് പറയും, എനിക്ക് തലവേദനയാന്ന് പറയും, പിന്നെ പറയും ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷമം എവിടെയാ? നടക്കാൻ വിഷമം, ഇരിക്കാൻ വിഷമം, സഹിക്കാൻ വിഷമം, അതൊക്കെ ശരീരം കൊണ്ട് വരണതാ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഐ ആം ഹാപ്പി എന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് ഐ ഹാവ് പെയിൻ എന്ന് പറയും. അപ്പം സത്യാനൃതേ മിഥുനീകൃത്യാണ്. ചിലപ്പോൾ വായ കൊണ്ട് സത്യം പറഞ്ഞുകൊള്ളും, ചിലപ്പോൾ നുണ പറഞ്ഞുകൊണ്ടും സത്യത്തെയും അസത്യത്തെയും മിഥുനീകരിച്ച് നൈസർഗികോയം ലോകവ്യവഹാര. ഈ ലോകത്തിൽ നടക്കുന്ന വ്യവഹാരം മുഴുവൻ സ്വാഭാവികമായി ജന്മസിദ്ധമായി ഇങ്ങനെ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി വിഷയവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാതെ, അവയുടെ സ്ഥാനമാനങ്ങൾ മനസ്സിലാക്കാതെ കൂട്ടിക്കലർത്തിയാണ് ലോകത്തിൽ വ്യവഹാരം പണ്ട് മുതലേ നടന്നു വരുന്നത്. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇഷ്ടമായോ കേൾക്കാൻ? ഇതുവരെ മിണ്ടിയിട്ടില്ല കേട്ടോ സ്വാമിജി. ഇത് ആദ്യമായിട്ട് പറയുക. ഇപ്പോഴും എനിക്ക് ബോധ്യമായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായി എന്ന്. ഇഷ്ടപ്പെട്ടുവോ എന്ന് എനിക്കറിയില്ലല്ലോ. കൂടസ്ഥം ബോധമദ്വൈതം ആത്മാനം പരിഭാവയ ആഭാസോഹം ഭ്രമം മുക്ത്വാ ഭാവം ബാഹ്യമഥാന്തരം. ഈ ഒരൊറ്റ ആത്മാവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഈ പ്രബന്ധം നിങ്ങളോട് പറഞ്ഞതിന് കാരണം എന്താ? വിഷയാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആ വിഷയ മാത്രമാണ് ഞാൻ എന്ന വാക്കുകൊണ്ട്, നാം എന്ന വാക്കുകൊണ്ട്, ഞങ്ങൾ, നമ്മൾ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത്. ആ ഒരൊറ്റ സംഗതിയാണ് ഇവിടെ ചർച്ച. അതെങ്ങനെയാ? കൂടസ്ഥം ബോധമദ്വൈതം ആത്മാനം പരിഭാവയ. ജനക മഹാരാജാവേ, അങ്ങ് എന്നോട് ചോദിച്ചു കഥം ജ്ഞാനമവാപ്നോതി, ജ്ഞാനം എങ്ങനെ കൈവരിക്കാമെന്ന്. അതിലൊരൊറ്റ വഴിയേ ഉള്ളൂ, പരിഭാവയ. മനസ്സുകൊണ്ട് എപ്പോഴും ഭാവന ചെയ്യൂ, കേന്ദ്രീകരിച്ച് ചിന്തിക്കൂ. Let there be a concentric contemplation in your mind. The contemplation cannot be eccentric, it cannot be circumferential, it has to be centric and concentric in nature. എന്തിനെക്കുറിച്ചാണ് ഭാവന ചെയ്യേണ്ടത്? വേറെ ഒന്നുമല്ല, ഞാൻ എന്ന് പറയുന്നത് എന്താണ്, അതിനെക്കുറിച്ചാണ് ഭാവന ചെയ്യേണ്ടത്. അതെങ്ങനെയാ? കൂടസ്ഥം. ഒന്ന് പറയും, കൂടസ്ഥം. എന്താ ഈ കൂടസ്ഥം എന്നുള്ള വാക്കിന് അർത്ഥം? ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നത്. ഏതുപോലെ? കരുവാൻ്റെ ഒലയിൽ, കരുവാൻ്റെ ആലയത്തിൽ ഒരു അടകല്ലുണ്ട്, ഒരു ഉരുക്ക് കട്ടി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വലിയ വലിയ ഇരുമ്പ് വെട്ടുകത്തി പിക്കാസൊക്കെ കാച്ചുമ്പോൾ അവിടെ അടിയിലൊരു ഉരുക്ക് കട്ടിയുണ്ട്, അത് ഉറപ്പിച്ച് അവിടെ വയ്ക്കും. അതിൻ്റെ മുകളിലാണ് പഴുപ്പിച്ച സാധനങ്ങൾ വെച്ച് കൂടം കൊണ്ട് ഇങ്ങനെയൊക്കെ അടിക്കും. ഈ അടിക്കുന്ന സമയത്ത് മുകളിൽ അടി ഏൽക്കുന്ന സാധനമേ വിളയുള്ളൂ, ആ അടിയിലുള്ള കല്ല് ഇളകില്ല. നിങ്ങളുടെ ഞാൻ അങ്ങനെ ഒന്നാണെന്ന് നാണാവില്ലല്ലോ പറഞ്ഞ് നടക്കാൻ. അവൻ എന്തോ പറഞ്ഞു, എൻ്റെ സുഖം മുഴുവനും പോയി.
ആരോ എന്തോ പൊട്ടൻ പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് എന്ത് വേണം അതിന്? ഞാൻ എപ്പോഴും ചോദിക്കും, ആരെങ്കിലും തെറ്റു പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ പറഞ്ഞത് ശരിയാണെങ്കിൽ പോയി നമസ്കരിച്ചത് ഏൽക്കൂ. അല്ല പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇവിടെ തെറ്റ് ചെയ്തത് ആരാ? വേറൊരാൾ. അയാളോട് കരയാൻ പറയൂ. നിങ്ങൾ കരയണോ അതിന്? നോക്കൂ, അയാൾ കരയേണ്ടയിടത്ത് നിങ്ങളാ കരയണത്. നാണാവില്ലേ ഇതിന്? എന്നിട്ട് പേര് മനുഷ്യനാ. രാമചന്ദ്രൻ, രാമകൃഷ്ണൻ, സുന്ദരമുഖൻ, ചെന്താമരാക്ഷൻ, ഇതൊക്കെയാണ് നമ്മുടെ പേര്. എന്ത് പേര്? കുഴിച്ചുമൂടിനെല്ലാം. ഒന്ന് ചിന്തിക്കൂ അപ്പാ നിങ്ങൾ. ഇല്ലാത്തൊരു കുറ്റം വേറെ ഒരാൾ പറഞ്ഞാൽ ഇതിലെ അപരാധി ആരാ? പറഞ്ഞവൻ. നിങ്ങളോട് ആര് കരയാൻ പറഞ്ഞു? മിണ്ടരുത്, മിണ്ടരുത്, ഉറച്ചിരിക്കണം, സത്യസന്ധമായി ജീവിക്കുക. അങ്ങനെ അല്ലാന്ന് വേറൊരാൾ പറയുമ്പോൾ സ്വല്പമെങ്കിലും പതറിപ്പോകരുത്, പതറരുതെന്ന്. ഒരാളുടെ സത്യസന്ധത 50% ആകുന്നുള്ളൂ. എപ്പോ സത്യസന്ധനാവുമ്പോൾ. ഇനി വേറെ ചിലരെ അല്ലാന്ന് പറഞ്ഞ് ആരോപിക്കുമ്പോൾ കുലുക്കം വന്നാൽ നിങ്ങളുടെ സത്യസന്ധത മുഴുവനായില്ല. കുലുങ്ങാതെ ഇരിക്കണം. കൂടസ്ഥം ബോധമദ്വൈതം. നിങ്ങൾ ബോധസ്വരൂപിയാണ്. ബോധമാണ് നമ്മുടെ സ്വരൂപം. അദ്വൈതം, അതിന് രണ്ടാമതൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടുന്നാണ് ബാധ? ഒന്ന് നല്ല പോലെ പറയും. ആത്മാനം പരിഭാവയ. എപ്പോൾ സമയം കിട്ടിയോ കണ്ണടച്ച് ഇങ്ങനെയുള്ള ഞാനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. അത് കൂടസ്ഥമാണ്, അത് ബോധമാണ്, അത് അദ്വൈതമാണ്. ആഭാസോഹം ഭ്രമം മുക്ത്വാ. ആഭാസോഹം എന്താ വാക്കിനർത്ഥം? ആഭാസം പ്രതിഭാസം എന്നൊക്കെ പറയും. ശരിയല്ലാത്തൊരു സ്ഥിതി, ഒരു നല്ല നില അല്ലെങ്കിൽ പ്രകാശം. അങ്ങനെ ആഭാസത്തിന് ഒരു തെളിവെന്താ? ഈ കയറ് പാമ്പ് എന്ന് പറഞ്ഞ മാതിരി ഒന്ന്. പിന്നെ അതിലും വിശേഷപ്പെട്ട ഒന്ന്, ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നു. ആരാ ഈ സ്വപ്നം കാണുന്നത്? ഉറങ്ങുന്നവൻ. ആ ഉറങ്ങുന്നവൻ ഒരാളേ ഉള്ളൂ. ആ ആൾ കാണുന്ന സ്വപ്നമോ? ചിലപ്പോൾ നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങി സ്വപ്നം കാണുമ്പോൾ തൃശ്ശൂരിൻ്റെ ഏത് ഭാഗത്തു നിന്നോ പുറപ്പെട്ടു, കൊച്ചി എയർപോർട്ടിലേക്ക് ചെന്നു, അവിടുന്ന് പ്ലെയിനിൽ കയറി ഗൾഫ് വഴിക്ക് അമേരിക്കയിൽ ചെന്നു, യൂറോപ്പിൽ ഇറങ്ങി എന്നൊക്കെ സ്വപ്നം കാണുമല്ലോ. അപ്പോൾ ഈ സാധനങ്ങൾ മുഴുവൻ, ഈ സ്ഥല സാമഗ്രികൾ മുഴുവൻ അവിടെ ഉണ്ടാവണം. ആ സാധനം മുഴുവൻ ഉണ്ടാക്കുന്നത് ആരാ? ഈ ഉറങ്ങിക്കിടക്കുന്നവൻ്റെ മനസ്സോ ഉൾചേതനയോ ആണ്. അവിടെ ചേതന ഒന്നേ ഉള്ളൂ. വസ്തുക്കളോ? എന്താ മിണ്ടാതെ? വസ്തുക്കൾ അനവധി. ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഉള്ളിലുള്ള ചേതന ശരീരത്തിൽ ഒതുങ്ങിക്കിടക്കുന്നത് ഒന്നേ ഉള്ളൂ. അവിടെയോ അനവധി സ്ഥലം, വസ്തുക്കൾ, സാമഗ്രികൾ, ദൂരങ്ങൾ, പരിണാമങ്ങൾ, പോക്ക് വരവ് പലതും ഉണ്ടാവുന്നുണ്ട്. ആ ഉണ്ടാവുന്നത് മുഴുവൻ വാസ്തവത്തിൽ നടക്കുന്നതാണോ അതോ പ്രാതിഭാസികമോ? അതാണ് ആഭാസം എന്ന് പറയുന്നത്. ആഭാസോഹം. ഞാൻ ജാഗ്രത അവസ്ഥയിൽ ശരീരത്തോടുകൂടി ഇന്ദ്രിയങ്ങളോടുകൂടി പല വ്യവഹാരങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ വിഷയി എന്നുള്ള നിലയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ ചെയ്യുന്നത് മുഴുവനും ആഭാസ രൂപത്തിലാണ് നടക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്നവൻ്റെ മനസ്സ് രചിക്കുന്ന സ്വപ്നവസ്തുക്കളും സ്വപ്ന പ്രക്രിയകളും പരിണാമങ്ങളും പരിണത ഫലങ്ങളും പോലെ ജാഗ്രത അവസ്ഥയിലും നടക്കുന്നത് അതുപോലെയാണ്. ഇതൊരു പ്രാതിഭാസികത്വം മാത്രമാണ്, പാരമാർത്ഥികത്വമല്ല എന്ന് മനസ്സിലാക്കി ഭ്രമം മുക്ത്വ, ആ ഭ്രമത്തിൽ നിന്ന് മോചിച്ച്, ഭാവം ബാഹ്യമഥാംബരം അഥാന്തരം. നമ്മുടെ ഉള്ളിൽ പല വിധത്തിലുള്ള ചിന്തകളുണ്ട്, ഭാവങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, ആലോചനയുണ്ട്, സംശയമുണ്ട്, അറിവുണ്ട്, മറവിയുണ്ട്, ഉണർവുണ്ട്, അനുണർവുണ്ട്. പുറത്ത് പാഞ്ചഭൗതികമായ പല ദൃശ്യങ്ങളും ദ്രവ്യങ്ങളും വ്യവഹാരങ്ങളുമുണ്ട്. ഈ കാണുന്നത് മുഴുവൻ ആഭാസ രൂപത്തിൽ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ഭ്രമം വിട്ട് കൂടസ്ഥം ബോധമദ്വൈതം ആത്മാനം പരിഭാവയാ. കൂടസ്ഥനായിരിക്കുന്ന ആത്മാവിനെ മാത്രം ഭാവന ചെയ്യൂ, ഭാവന ചെയ്യൂ, ഭാവന ചെയ്യൂ. വേറെ ഒന്നിനെയും ഭാവന ചെയ്യരുത്. കൂടസ്ഥം ബോധമദ്വൈതം ആത്മാനം പരിഭാവയ.
ആഭാസോഹം ഭ്രമം മുക്ത്വാ ഭാവം ബാഹ്യമതാന്തരം. ഈ കൂടസ്ഥം എന്നുള്ള വാക്ക് ഭഗവത്ഗീതയിലുമുണ്ട്. കൂടസ്ഥോ വിജിതേന്ദ്രിയ. ആ ശബ്ദത്തിന് വലിയ അർത്ഥമാണ്. ആശാരിമാർ മരം വെട്ടാനായിട്ട് മരത്തിൻ്റെ മുകളിൽ ഒരു കാല് വെച്ച് ഇങ്ങനെ വെട്ടും. ഈ വിദ്യ എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ആദ്യം ഈ മരത്തിൻ്റെ മുകളിൽ ചവിട്ടി പിടിച്ചിട്ട് എല്ലാം വെട്ടിക്കൊണ്ടിരുന്നത് ബുദ്ധിമുട്ടുമാണല്ലോ. അപ്പോൾ ഒരു മരം കൊണ്ടുവന്നു ഒരു ഉളി വെച്ച് ഇങ്ങനെ വെട്ടാൻ തുടങ്ങുമ്പോൾ മരം കിടന്ന് ഉരുളാൻ തുടങ്ങി. അങ്ങനെ നീങ്ങി പോകും. അപ്പോൾ എന്താ വേണ്ടതെന്ന് ആശാരിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ഒരു പട്ടി വന്നത്. പട്ടി വന്നിട്ട് ഒരു എച്ചലില നക്കണം. അപ്പോൾ എച്ചലില നക്കിയപ്പോൾ ആദ്യം ഇങ്ങനെ നക്കിയപ്പോൾ ഇല അങ്ങോട്ട് നീങ്ങി. രണ്ടാമതും നക്കിയപ്പോൾ നീങ്ങി. ഉടനെ പട്ടി എന്ത് ചെയ്തു? അതിൻ്റെ കൈയെടുത്ത് അതിൻ്റെ മുകളിലാണ് വെച്ചിട്ട് നക്കി തുടങ്ങി. അവിടുന്നാണ് അത്ര ആശാരി പഠിച്ചത്, മരത്തിൽ വെട്ടണമെങ്കിൽ അതിൻ്റെ മുകളിൽ കാല് വെച്ച് ഉറപ്പിച്ചിരുന്നിട്ട് വേണം വെട്ടാൻ. അപ്പോഴും മുഴുവനായില്ല കാര്യം. വെട്ടുമ്പോൾ എന്തായി? മണ്ണിൽ കുഴിഞ്ഞു പോവും, വിളക്കമുണ്ടാവും. അപ്പോഴാണ് തലമുട്ടി എന്നൊരു മുട്ടിയുണ്ട്. ആ തലമുട്ടി ഇട്ട് ഒന്ന് തട്ടി നോക്കി, അത് ഉറച്ചോ എന്ന് നോക്കി അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ആശാരിയുടെ പണി മുഴുവൻ. സാധാരണ പറയും ഒന്നും കിട്ടിയില്ലെങ്കിൽ അമ്മയെ പിടിച്ചിട്ടിട്ട് വെട്ടുന്നു. തലമുട്ടിയായിട്ട് അമ്മ ഇടും അത്രേ. അങ്ങനൊരു പറച്ചിലുണ്ട്. പറയാറുണ്ടല്ലോ, തട്ടാന്മാരെ ആര് പണം എന്ത് പണം കൊടുത്താലും ശരി, അമ്മയ്ക്ക് കൊടുത്താലും ശരി, താലിന്ന് അരപ്പണം കയറുന്നത് ആണ് പണത്തൂക്കം. അതുപോലെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവ വിശേഷമുണ്ട്. കൂടസ്ഥം ബോധമദ്വൈതം ആത്മാനം പരിഭാവയ. ഈ കൂടസ്ഥ ശബ്ദത്തിന് വല്ലാത്ത അർത്ഥമാണ്. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അതെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലിങ്ങനെ മനോവൃത്തികളും ചിത്തവൃത്തികളും വരുന്നുണ്ടല്ലോ, നിങ്ങളത് മനസ്സിലാക്കണം. ഈ ചിത്തവൃത്തികൾ മുഴുവൻ വരുന്നത് ചിത്തത്തിലാണ്, ശരീരത്തിലല്ല. പാഞ്ചഭൗതികമാണ് ശരീരം. ആ പാഞ്ചഭൗതികങ്ങൾ ദ്രവ്യവും ഊർജവുമാണ്. അത് ശരീരം മാത്രമാണ്. പക്ഷേ മനോവൃത്തികളോ ചിത്തവൃത്തികളോ ആലോചനകളോ ഭാവനകളോ ഒന്നും ശരീരത്തിൻ്റെ ഭാഗത്തിലല്ല അനുഭവപ്പെടുന്നത്. ശരീരവിലക്ഷണമായിരിക്കുന്ന ഉണർവിൻ്റെ തലത്തിലാണ്. ആ ഉണർവിൻ്റെ പ്രവർത്തന രൂപങ്ങളാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ചിത്തവൃത്തികൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ചിത്തവൃത്തികൾ മുഴുവനും വെള്ളത്തിൽ എഴുതുന്നത് പോലെ തോന്നണം നിങ്ങൾക്ക്. എന്താ പറഞ്ഞേ? വെള്ളത്തിൽ. ഇപ്പം വെള്ളത്തിൽ എഴുതി രാവണൻ എന്ന് എഴുതിയാൽ എവിടെയാ രാവണൻ ഒന്ന് പറയൂ നിങ്ങൾ? വെള്ളത്തിൽ എഴുതിയാൽ. രാമൻ എഴുതിയാലോ? എന്താ മിണ്ടാത്തെ? ഒരു ബോർഡിൽ ചോക്ക് കൊണ്ട് എഴുതിയെന്ന് വിചാരിക്കുക. ഇന്നത്തെ കാലത്ത് പെൻസിലും ഉണ്ട്. അതിൽ രാവണൻ എഴുതി, രാമൻ എഴുതി. ഇത് രണ്ടും ബോർഡിലാണ് എഴുതിയിരിക്കുന്നത്. ഒരേ മഷി കൊണ്ടുള്ള നിറം കൊണ്ടാണ് എഴുതിയത്. ഇതിലിപ്പോൾ എവിടെയാണ് രാവണൻ? ബോർഡ് രാവണനായോ? രാമനായോ? ആ മഷിയോ? എഴുതുന്ന ആളോ? അപ്പം പിന്നെ എവിടെയാ രാവണൻ, എവിടെയാ രാമൻ? മറുപടി പറയുന്നപ്പാ, എവിടെയാ? നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആകാശത്തിനേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന ഒരു കോൺഷ്യസ്നെസ്സാണത്. അതിൽ എഴുത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല. വെള്ളത്തിലായാലും എഴുതുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. കാറ്റിൽ അത്രയും കാണില്ല, വിരലിൻ്റെ മോഷൻ മാത്രമേ അറിയുള്ളൂ. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ആകാശത്തേക്കാൾ സൂക്ഷ്മമായി സംതിങ് എക്സ്ട്രീംലി സട്ടിൽ, far subtler than even space. That is what you call consciousness. In that consciousness sheath, though I cannot call it a sheath, whatever is being written, can it ever be in the form of a letter, an impression, something in the form of a dent? No. എന്തെഴുത്ത് വേണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഇരിക്കൂ, എന്നിട്ട് നിങ്ങളുടെ മനസ്സിനോട് പറയൂ, മനസ്സേ നിനക്ക് എന്തെല്ലാം ചിന്തിക്കാനുണ്ടോ അത് മുഴുവൻ ചിന്തിച്ചോന്ന്. എന്നിട്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കും. മനസ്സിന് ചിന്തിക്കാനുള്ളത് മുഴുവൻ ചിന്തിക്കട്ടെ. ആ ചിന്തയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഉള്ളിൽ നോക്കൂ, ഏതെങ്കിലും ഒരു ചിന്ത അവിടെ തങ്ങി നിൽക്കുന്നുണ്ടാവുമെന്ന്. എന്താ ഒരു മിണ്ടാത്തെ? ഒരു സമയത്ത് ഒരു ചിന്ത, ഒരു അക്ഷരമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അനവധി എന്ന് പറയുന്നത് എവിടെയാ? നിങ്ങളുടെ സങ്കല്പത്തിലാണ്.
നമ്മുടെ മനസ്സ് എത്രയെത്ര കോടാനുകോടി ചിന്തകൾ പുറപ്പെട്ടു. ആ ചിന്തകളൊക്കെ പുറപ്പെട്ടിട്ട് മനസ്സിന് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ഇനിയും അത് കോടാനുകോടി ചിന്ത പുറപ്പെടുവിക്കാൻ തയ്യാറായിട്ട് തന്നെയായിരിക്കുന്നത്. യുവർ മൈൻഡ് ഈസ് ആക്ച്വലി ദി എക്സ്പ്രഷൻ ഓഫ് കോൺഷ്യസ്നെസ് വിച്ച് ഈസ് ഓൾവേസ് ഇൻഎക്സോസ്റ്റിബിൾ, അൺഅസെയിലബിൾ, ഇംപെനിട്രബിൾ. ഒരിക്കലും അതിന് ഒരു തരത്തിലുള്ള പെനിട്രേഷനും വരില്ല. വരാതെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ അങ്ങോട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുക. ഒരു ചിന്ത വരുമ്പോൾ അതിൻ്റെ പിന്നാലെ ആശയരൂപത്തിൽ പോകാതെ അവിടെ ഇരുന്ന് മനസ്സെ നിനക്ക് ചിന്തിക്കാനുള്ളതൊക്കെ ചിന്തിക്കുക. ദാ കൊമ്പനാന, പടുകുതിര, കഴുത, പുലി, ഒട്ടകം, ചിന്തിക്കൂ. ഈ സാധനങ്ങളൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ടോ? ഒട്ടകം എന്ന് വിചാരിക്കുമ്പോൾ ഒട്ടകമായ നിങ്ങൾ 4 കാലിൽ നടക്കൂലപ്പ. ഏതെങ്കിലും ഒരു ചിന്ത കൊണ്ട് മനസ്സിന് ഒരു പരിവർത്തനം വന്നാൽ പിന്നെ രണ്ടാമതെങ്ങനെയാണ് അത് വേറെ ഒന്നാവുക? ഞാൻ ആനയെ വിഭാവനം ചെയ്തപ്പോൾ ആനയാകാത്തത് കൊണ്ടല്ലേ എനിക്ക് കുതിരയെ വിഭാവനം ചെയ്യാൻ പറ്റുന്നത്? എന്താ ഒരു മിണ്ടാതെ? ഞാൻ ആനയായി പോയിരുന്നെങ്കിൽ പിന്നെ കുതിരയെ പറ്റി വിചാരിക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ പറയൂ അവിടെ ഇരുന്നിട്ട്, മനസ്സെ നീ ചിന്തിക്ക്, എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോ. ഈ ചിന്തയൊന്നും എൻ്റെ സ്വരൂപത്തിനെയോ സ്വഭാവത്തെയോ മാറ്റുന്നില്ല. ഞാൻ കൂടസ്ഥനാണ്, ബോധരൂപിയാണ്, വിഷയിയാണ്. എന്നിൽ വിഷയചിന്ത ഒരു തരത്തിലുള്ള പരിണാമവും വരുത്തില്ല. ഒരു തീനാളമെടുത്ത് നിങ്ങൾ എന്ത് വരച്ചാലും ആ വരച്ചത് ഏതെങ്കിലും ആ തീനാളത്തിൽ യേശുവോ? എവിടെയാപ്പാ നിങ്ങൾക്ക് പെശക? ഒന്ന് പറഞ്ഞു തരീൻ. നമ്മുടെ മരമണ്ടത്തമാണ് നമുക്ക് പെശക്. ഞാൻ വിചാരമില്ല, ആത്മവിചാരമില്ല, ഉൾതത്വം എന്നൊന്നുണ്ടെന്ന് നമ്മൾ മാനിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. സാന്നിധ്യത്തെ പറ്റി നാം ഉദ്ബുദ്ധരല്ല. ലോകം മുഴുവൻ പാഞ്ചഭൗതികമാണ്, നമ്മുടെ ശരീരവും പാഞ്ചഭൗതികമാണ്. എന്നാൽ ആ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നതുണ്ടല്ലോ, അത് ഭൗതികമല്ല, പഞ്ചമല്ല, പാഞ്ചഭൗതികമല്ല. ഭൂമി വിലക്ഷണം, ജലവിലക്ഷണം, വായുവിലക്ഷണം, അഗ്നിവിലക്ഷണം, ആകാശവിലക്ഷണം. 5 ഭൂതങ്ങളിൽ നിന്നും വിലക്ഷണമായി മനസ്സെന്ന രൂപത്തിൽ, ബുദ്ധി എന്ന രൂപത്തിൽ, അഹങ്കാരം എന്ന രൂപത്തിൽ ചേതനാത്മകമായ ഒരു സത്താവിശേഷത്തിൻ്റെ പ്രകടനമായി നമുക്ക് അനുഭവപ്പെടുന്നു. അത് തൊടുത്തുവിടുന്നതാണ് നമ്മുടെ പ്രാണൻ, വായു, ശ്വാസം. അത് തൊടുത്തുവിടുന്നതാണ് 98.4 ഡിഗ്രി ടെമ്പറേച്ചർ. അത് തൊടുത്തുവിടുന്നതാണ് ശബ്ദം. അതാണ് കാഴ്ചയ്ക്ക് പിന്നിൽ, ശ്രവണത്തിന് പിന്നിൽ, രുചിക്കുന്നതിൻ്റെ പിന്നിൽ, മണക്കുന്നതിൻ്റെയും സ്പർശത്തിൻ്റെയും പിന്നിൽ. അതിൻ്റെ മുൻപിലാണ് ഈ പ്രപഞ്ചമായി തീരുന്നത്. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചമാകില്ല. അതിനെ വിവരിക്കുന്നതും കാണുന്നതും അതിന് രൂപനിർദ്ദേശങ്ങൾ നൽകുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങൾക്ക് ദിശ നൽകുന്നതാണ് നമ്മുടെ മനസ്സിനെ നയിക്കുന്നതാണ് ബുദ്ധി. അങ്ങനെ നമ്മുടെ ജീവിതം മുഴുവനും ഉള്ളധിഷ്ഠിതമാണ്. ഞാൻ കസേരയിൽ എൻ്റെ ശരീരത്തിനെ ഇരുത്തിയതാണ്, കസേരയല്ല ഇരുത്തുന്നത്. എൻ്റെ ശരീരത്തിനെ ഞാൻ ഉള്ളിൽ നിന്നാണ് ഇരുത്തുന്നത്. ശരീരം ഇവിടെ ഇരുത്തുമ്പോഴും എൻ്റെ മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഉള്ളുണർവിലാണ് അതിൻ്റെ ഇരുപ്പ്, അതിൻ്റെ റെസ്റ്റ്, അതിൻ്റെ വിശ്രമം. കൂടസ്ഥം ബോധമദ്വൈതം ആത്മാനം പരിഭാവയ ആഭാസോഹം ഭ്രമം മുക്ത്വാ ഭാവം ബാഹ്യമഥാന്തരം. നമ്മൾ പുറം അകം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുറം അകം എന്നുള്ള തോന്നൽ എവിടുന്നാ വരണേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സിലുള്ള തോന്നലാണ് പുറം അകം എന്നുള്ള തോന്നൽ. ഓബ്ജക്റ്റ് സബ്ജക്റ്റ് എന്നുള്ള വിചാരവും മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതാണ്. നമ്മുടെ മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് മനസ്സെങ്കിൽ ആ മനസ്സ് ബാഹ്യമായ ഒരു പ്രപഞ്ചത്തെ എങ്ങനെ സൃഷ്ടിക്കുന്നു? അത് ഉള്ളിലിരുന്നു കൊണ്ട് ഉള്ളിൽ തന്നെയല്ലേ ബാഹ്യം സൃഷ്ടിക്കുന്നത്? മനസ്സിലായില്ലേ? ശരീരത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ടല്ലേ അതൊരു ഉൾപ്രപഞ്ചം സൃഷ്ടിക്കുന്നത്.
ആ പ്രപഞ്ചം ബാഹ്യപ്രപഞ്ചത്തെ പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പം മനസ്സ് വാസ്തവത്തിൽ ഉള്ളിലാണെങ്കിൽ ആ ഉള്ളിലിരിക്കുന്ന മനസ്സ് എങ്ങനെ പുറം സൃഷ്ടിക്കും? അതിസൂക്ഷ്മമായ മനസ്സ് ഒരു സ്ഥൂല വസ്തുവെ എപ്പോഴെങ്കിലും സൃഷ്ടിക്കുമോ? ഞാൻ ആനയെ കാണുന്ന സമയത്ത് ആനയെ ആയെങ്കിൽ ആനയ്ക്ക് എന്നേക്കാൾ വലിപ്പമില്ലേ? എന്നേക്കാൾ വലിപ്പമുള്ള ആന എൻ്റെ ഉള്ളിൽ കിടന്നാൽ എൻ്റെ ശരീരം ഇതുപോലെ നിൽക്കുമോ? അപ്പോൾ പിന്നെ എവിടെയാണ് നിങ്ങൾ കാണുന്നത് ആനയെ? നീ ആനയോട് പോയി ചോദിക്കൂ, ഞാൻ നിന്നെ കണ്ടപ്പോൾ നീ എൻ്റെ ഉള്ളിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ആന എന്ത് മറുപടി പറയും? ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ ആ വസ്തു നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു വരുന്നുണ്ടോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വസ്തുക്കളെ കാണുന്നത്? നമ്മുടെ ഉള്ളിലാണല്ലോ. ആ ഉള്ളിൽ കാണുന്ന സമയത്ത് എങ്ങനെയാ? ദാ ഈ വസ്തു ഇത്ര പുറത്ത് ഇത്ര അകലെ ഇന്ന പ്രകാരത്തിൽ ഇരിക്കണു എന്ന് പറയുന്നു. അപ്പം ഈ പുറം എന്നുള്ള സങ്കല്പം മനസ്സ് രചിക്കുന്നതല്ലേ? അകം എന്ന് പറയുന്നതും അതല്ലേ? അങ്ങനെ അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ ഉണർവ്. അതിന് ഉൾപ്പുറം എന്ന് പറഞ്ഞ് വിഭജിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ വേദമന്ത്രങ്ങൾ പറയുന്നത് സഹ ബാഹ്യാഭ്യന്തര ശുചിഹീന്ന്. ഉള്ളിലും പുറത്തും ഒരുപോലെ പരിലസിക്കുന്നതാണ്. ഒരു കണ്ണാടി കേൾക്കൂ നിങ്ങൾ? ഒരു കണ്ണാടി അവിടെ വച്ചിരിക്കുന്നു. പ്ലെയിൻ മിറർ എന്നുള്ള വാക്കിനർത്ഥം അതിൻ്റെ ചില്ലിന് ഒരു നിറവും ഇല്ല. ഒരു നിറവും ഇല്ലാത്തത് കൊണ്ട് എല്ലാ നിറങ്ങളെയും അത് പ്രതിബിംബിപ്പിക്കും. ആ ചില്ലിൻ്റെ മുൻപിൽ നിങ്ങൾ പോയി നിന്നു, കണ്ണാടിയുടെ മുൻപിൽ ഒരു 2 അടി അകലത്ത് നിൽക്കൂ. എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ തന്നെ പ്രതിച്ഛായ അതിൻ്റെ ഉള്ളിൽ 2 അടി ദൂരത്ത് കാണില്ലേ? എന്നിട്ട് നിങ്ങൾ കുറേശ്ശെയായിട്ട് പിന്നാക്കം നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാവണു? അവിടെയുള്ള പ്രതിബിംബവും ദൂരദൂരം പോവും. അത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇടഭിത്തിയുണ്ട്. അത് 6 അടി അപ്പുറത്താണ്. നിങ്ങൾ 7 അടി ഇപ്പുറത്ത് ചെന്നാൽ ആ ഭിത്തിയെ പൊളിച്ചത് ചെല്ലില്ലേ? എന്താ മിണ്ടാതെ? നിങ്ങൾ 7 അടി അകലെ നിന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രതിബിംബവും 7 അടി അകലത്തല്ലേ ഉണ്ടാവുക. പക്ഷെ അവിടെയുള്ള ഇടഭിത്തിക്ക് വല്ല കേടും വരുമോ? അതുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ പ്രതിബിംബം കാണുമ്പോൾ എത്രത്തോളം പ്രതിബിംബമുണ്ടോ അവിടെ കണ്ണാടി മറഞ്ഞില്ലേ? മനസ്സിലായില്ല? ആ പ്രതിബിംബം കാണുന്നിടത്തോളം കണ്ണാടിയെ നിങ്ങൾ കാണുമോ? കണ്ണാടി നഷ്ടപ്പെട്ടു പോയില്ലേ? മറഞ്ഞില്ലേ? നിങ്ങളുടെ പ്രതിബിംബത്തിൻ്റെ ആ ഓക്യുപ്പേഷൻ എന്തു വന്നു? കണ്ണാടിയെ അങ്ങോട്ട് മറച്ചു. വാസ്തവത്തിൽ കണ്ണാടി മറയ്ക്കപ്പെടുന്നുണ്ടോ? ഈ പ്രതിബിംബം എങ്ങാനും കണ്ണാടിയിൽ പതിയുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ വരുന്ന മനോവൃത്തികൾക്ക് അതിൽ മീതെ എന്താ സ്ഥാനം? മനസ്സിൽ വൃത്തി വരുമ്പോൾ മനസ്സ് മറഞ്ഞു പോണു. വൃത്തികൾ പോയാൽ മനസ്സായി. ഈ മനോവൃത്തികൾ എന്ന് പറയുന്നത് എവിടെയാ? എന്താണ് ഇതിൻ്റെ സ്വരൂപം? നിങ്ങളൊന്ന് നല്ലോണം ആലോചിച്ച് പറയൂ. പുറത്ത് നമ്മൾക്ക് മനസ്സിൽ വരുന്ന വിചാരം മുഴുവൻ പുറത്ത് എഴുതുകയാണെങ്കിൽ ഒരുപടി സ്ഥലം വേണം, ഒരു ബോർഡ് മതിയാവില്ല. അത്രയധികം സ്ഥലം നമ്മുടെ ശരീരത്തിലുണ്ടോ? ഇപ്പം ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കണം 1-1.25 മണിക്കൂർ നേരം. ഈ 1.25 മണിക്കൂർ സംസാരം ഒരു കടലാസിൽ പകർത്തുകയാണെങ്കിൽ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു 34-32 പേജ് ഉണ്ടാവും ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ. ആ 34 പേജിൽ പരത്തി എഴുതുന്നിടത്തോളം സ്ഥലം എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഈ ശബ്ദം മുഴുവൻ ഉണ്ടാവുന്നത്? അതിനനുസരിച്ച് മനോവൃത്തികളും ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബാഹ്യവസ്തുക്കളുള്ള നിയമമല്ല മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കും. അത് അതിസൂക്ഷ്മമാണ്, ചൈതന്യമാണ്, ഏകമാണ്, സമാന വസ്തു വേറെയില്ല. അപ്പോൾ ബാഹ്യ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ നിയമങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രക്രിയകളെ നിങ്ങൾ ഗണിക്കാനോ സമാനമാക്കി കരുതാനോ പുറപ്പെടരുത്. The laws and processes pertaining to the objects in this world, the objects are infinite. The physical, the chemical, the biophysical, the biochemical, the biological, and so many other forms of laws and processes are not applicable to the consciousness that animates your body, activates your body. The consciousness is singular in nature, incomparable. You cannot take anything to be an example of the consciousness.
ആ കോൺഷ്യസ്നെസ്സിൽ നടക്കുന്ന പ്രവൃത്തികളെ ഒരിക്കലും നിങ്ങൾ ബാഹ്യവസ്തുക്കളോടോ ബാഹ്യ നിയമങ്ങളോടോ കൂടി ബന്ധപ്പെടുത്തരുത്. ശരീരം വിടാതെ നിൽക്കുന്ന മനസ്സ്, ശരീരത്തിനെ ഉണർത്തിത്തരുന്ന മനസ്സ്, ആ ശരീരത്തിൻ്റെ ഉള്ളിൽ വേറെ ഒരു ശരീരത്തെയും സൃഷ്ടിക്കാൻ ശക്തമാണ്. അതാണ് സ്വപ്നാവസരത്തിൽ ഉണ്ടാകുന്നത്. കിടന്നുറങ്ങുന്ന ശരീരം അവിടെ കിടക്കണു ജാഗ്രത അവസ്ഥയിൽ. ആ സമയത്താണ് സ്വപ്നത്തിൽ പുതിയ ഒരു ശരീരം ഉണ്ടാക്കി നിങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലേക്കും ഡബ്ലിനിക്കും ഒക്കെ പോയത്. അപ്പം ആ മനസ്സിൻ്റെ വിശേഷം വല്ലാത്ത വിശേഷമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഈ മനസ്സ് എന്നെ വിഷമിപ്പിക്കണു എന്ന് പറയുന്നതിന് പകരം എൻ്റെ മനസ്സ് ഒന്നിനും അതിക്രമിക്കാൻ സാധിക്കാത്തതാണ്. എന്നെ കവച്ചു വയ്ക്കാൻ ലോകത്തിലൊന്നുമില്ല. ഈ ലോകത്തിന് ഒരു മതിലുണ്ടാവാം, പക്ഷേ എൻ്റെ മനസ്സിൽ ഭിത്തി കെട്ടാൻ ലോകത്തിൽ ഒരു ശക്തിയുമില്ല. ഞാൻ എല്ലാറ്റിനെയും ഗ്രസിക്കുന്നവനാണ്, ഗ്രഹിക്കുന്നവനാണ്, അലിയിപ്പിക്കുന്നവനാണ്, ഉള്ളിൽ ഒതുക്കുന്നവനാണ്. I am capable of dissolving any kind of an inputs from this world. Understand that the inputs into me are made by the mind. Mind is an ocean and all the inputs are like this rivers, that's all. അത്ര വിശേഷപ്പെട്ട ഒരു നിലയാണത്. ആ മനസ്സിൻ്റെ പ്രഭാവം മനസ്സിലാക്കൂ, അതിൻ്റെ മഹത്വം മനസ്സിലാക്കൂ, അതിൻ്റെ മേന്മ മനസ്സിലാക്കൂ, അതിൻ്റെ ഉത്തുംഗത ഗ്രഹിക്കൂ. എത്രയോ ചിന്തകൾ തൊടുത്തുവിട്ട് എത്രയോ തരത്തിൽ പ്രതികരണങ്ങളും പ്രതിപ്രതികരണങ്ങളും ഉണ്ടാക്കി എല്ലാറ്റിനെയും ഉള്ളിൽ അലിയിച്ച് ചേർത്ത് അങ്ങനെ സ്വയം പ്രകാശിക്കുന്ന വിരാജിക്കുന്ന വിശേഷപ്പെട്ട ഒരു ഉണർവ് വൈഭവമാണ് ഈ മനസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കണം നമ്മളതിനെ. കൂടസ്ഥം ബോധമദ്വൈതം ആത്മാനം പരിഭാവയ ആഭാസോഹം ഭ്രമം മുക്ത്വാ ഭാവം ബാഹ്യമഥാന്തരം. ഇളകരുതപ്പാ, ഇളകരുത്. ഈ ലോകം നിലനിൽക്കട്ടെ, പൊടിഞ്ഞു പോട്ടെ. ഏതെങ്കിലും ദുഷ്ടബുദ്ധികളുടെ ദുഷ്ടവിചാരത്തിൻ്റെ പേരിൽ ഇവിടെ യുദ്ധം തുടങ്ങണു, ഇറാഖിൽ ബോംബിട്ടു, ഇസ്രയേൽ ബോംബിട്ടു, ഒളിത്താവളങ്ങളെ നശിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. നമ്മൾ കുരുക്ഷേത്രത്തിൽ ഗംഭീരമായ പടപൊരുതി. 45 ലക്ഷം പടയാളികളാണ് വന്നത്. 10 പേരെ ബാക്കി വന്നുള്ളൂ. എല്ലാവരും മരിച്ചു. പക്ഷേ അവിടെ വന്നവരൊക്കെ കൊല്ലാനും മരിക്കാനും വ്രതബദ്ധതയോടുകൂടി വന്നവരായിരുന്നു. അവരെയാണ് കൊന്നത്, അവരാണ് മരിച്ചത്. ഇന്നിവിടെ ലോകത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ പുലബന്ധം ശത്രുക്കളോടുകൂടി ഇല്ലാത്ത മനുഷ്യരെ, കുട്ടികളെ അടക്കമാണ് ബോംബിട്ട് കൊല്ലുന്നത്. അവിടെയാണ് ഈ മനസ്സ് വേവുന്നത്. എനിക്ക് ഇതല്ലാത്തൊരു യുദ്ധം നമുക്ക് നടത്താൻ പറ്റില്ലേ? യുദ്ധകുതുകികൾ തമ്മിൽ ആട്ടക്കുളം കളിക്കുന്നത് മാതിരി, ക്രിക്കറ്റ് മത്സരം നടത്തുന്നത് മാതിരി, ഫുട്ബോൾ നടത്തുന്നത് മാതിരി യുദ്ധം ചെയ്യട്ടെ, ഒരു വിരോധവും നമുക്കില്ല. അതിൽ സാധാരണ നാഗരികന്മാരെ, പൗരവാസികളെ എന്തിനാണ് അവിടെ കൊല്ലണത് എന്നുള്ളതാ ചോദ്യം. നമുക്ക് ബുദ്ധിയുണ്ട്, ആധുനിക മഹത്വമുണ്ട്. പക്ഷേ ശത്രുക്കളിൽ മാത്രം ഒതുക്കി നിർത്താൻ, പടയാളികളിൽ മാത്രം ഒതുക്കി നിർത്താൻ യുദ്ധത്തെ നമുക്ക് സാധിക്കുന്നില്ല. ഇതൊരു വലിയ പരാജയമാണ് മനുഷ്യത്വത്തിന്. നമ്മുടെ ബുദ്ധി സമർത്ഥമാകുന്നതും പൂരകമാകുന്നതും എപ്പോഴാണ്? ഉപദ്രവിക്കാൻ പാടില്ലാത്ത ഒരൊറ്റ ആളെ നമ്മൾ ഉപദ്രവിക്കരുത്. ഉപകാരം ചെയ്യാൻ വേണമെന്ന് തോന്നുന്നവർക്ക് എല്ലാവർക്കും ഉപകാരം എത്തിക്കണം. നമ്മെ ചൊല്ലി ഒരു നാശം ഈ ലോകത്തിൽ ഉണ്ടാവരുത്. നമ്മളിൽ നിന്ന് സമൃദ്ധിയും സമ്പാദ്യവുമാണ് ലോകത്തിന് വേണ്ടത്. അങ്ങനെ ഒരു ആധുനിക സഭ്യത നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത് വരെ മനുഷ്യജീവിതം പരാജയമാണെന്ന് ഉറപ്പ് പറയാൻ എനിക്ക് തോന്നുന്നു. I really don't understand. Our civilization should be of a sustainable character. In the name of civilization, you have no right to spoil the earth, to pollute the air, to pollute the atmosphere, water. What nonsense is this? Are we not capable of thinking? Are we not intelligent?
Do we not know what is meant by judicious employment of natural resources? Are we not capable of understanding the whole process? Are we all wicked? Are we all cruel? Are we all terrorists in our nature? What about gentleness, nobility, magnificence, magnanimity, kindness towards the rest? Let me not hurt another in this world. Let me not do any harm to the people or to nature even. We cannot exhaust nature, leaving a bare earth, a useless earth to the succeeding generations. വരും തലമുറകൾക്ക് പാപ്പരായിട്ടുള്ള ഒരു ഭൂമിയെ കൊടുക്കാൻ നമ്മൾ പുറപ്പെടാൻ പറ്റില്ല. സമ്പദ് സമൃദ്ധമായി, പ്രകൃതി സമൃദ്ധമായി, ലഷ് ഗ്രീൻ ആയിട്ടുള്ള ഒരു എർത്ത് വേണം നമ്മുടെ അനന്തരവന്മാർക്ക് നമ്മൾ സംഭാവന ചെയ്യാൻ. നമ്മളെല്ലാം തോണ്ടി എടുത്തെടുത്ത് ഒന്നിനും കൊള്ളാത്തൊരു ഇത് എടുത്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല. ഏത് അച്ഛൻ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കുമെന്ന് നിങ്ങൾ എന്നോട് പറയൂ. പൊളിഞ്ഞൊരു വീട് എഴുതി കൊടുക്കാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുക? അതോ പാർക്കാൻ പറ്റിയ തരത്തിലുള്ള സുന്ദരമായ ഒരു സൗധം കൊടുക്കാൻ ഇഷ്ടപ്പെടുമോ? എനിക്ക് തോന്നുന്നു മനുഷ്യൻ്റെ മനസ്സിന് വല്ലാത്ത പാളിച്ച വന്നിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടതും ഉണരേണ്ടതും വ്രതബദ്ധതയോടുകൂടി, ചുമതലാബോധത്തോടുകൂടി, ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ടത് ആ പെരുമാറ്റം നമുക്കില്ല. നല്ല പോലെ മനസ്സിലാക്കണം. നമ്മുടെ ഉൾ വ്യക്തിത്വത്തിൽ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വൈഭവം മുഴുവൻ കടഞ്ഞെടുത്താൽ മാത്രമേ ഈ പുറത്തിലുള്ള പരക്കം പാച്ചൽ നിൽക്കുള്ളൂ. നമ്മുടെ ഇന്ത്യക്കാർ പഴയ കാലത്ത് തന്നെ വാനനിരീക്ഷണ സമർത്ഥന്മാരായിരുന്നു. ജ്യോതിഷ ശാസ്ത്രമുണ്ടാക്കി, 27 നക്ഷത്രങ്ങളുടെ ഗതിവിഗതികൾ മനസ്സിലാക്കി, ഉത്തരായന ദക്ഷിണായനം മനസ്സിലാക്കി, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ മനസ്സിലാക്കി, ഭൂമിയിൽ വരുന്ന ആകർഷണം, ഗുരുത്വാകർഷണം ഏതെല്ലാം ഗോളങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്ന് അവർ പരിഗണിച്ചു വന്നു. ഇതൊക്കെ കണ്ടാലും അവർ ഭ്രമിച്ചു പോയില്ല. അധ്യാത്മമായിരുന്നു അവരുടെ അടിത്തറ. ആ അധ്യാത്മ സമ്പന്നതയുടെ ഒരു പേരിൽ അവർ വിഷയശാസ്ത്രത്തിൽ കൂടുതൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല, അതിനുള്ള സാമർഥ്യമില്ലാത്തത് കൊണ്ടല്ല, സെൻസ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ഡെഡിക്കേഷൻ അതിൻ്റെ കുറവല്ല. എല്ലാം ഉണ്ടായിട്ടും മനുഷ്യന് വേണ്ടത് സമാധാനവും സന്തോഷവും സംതൃപ്തിയും സാഫല്യവും സൗഭാഗ്യവും ഉൾ സമൃദ്ധിയും മികവുമാണ് എന്നുള്ളൊരു ബോധ്യത്തിലാണ്. ഒരൊറ്റ ആളെ നാം ആക്രമിച്ച് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല. രാവണനെ കൊന്നതിന് ശേഷം വിഭീഷണ സിംഹാസനത്തിൽ ഇരുത്തി ഒരു പൊട്ട് സ്വർണം പോലും എടുക്കാതെ ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് മടങ്ങുകയാണ് ശ്രീരാമൻ ചെയ്തത്. ഇതാണ് നമ്മുടെ ആദർശം കൂട്ടരെ. അത്ര മഹത്വമുള്ളവരാണ് നമ്മൾ. നമ്മുടെ കിരീടം ജ്ഞാന കിരീടമാണ്, ഉണർവിൻ്റെ കിരീടമാണ് നാം അഭിലഷിക്കുന്നത്. കർണൻ തേടിയ മാതിരി അംഗരാജ്യത്തിൻ്റെ കിരീടമല്ല. നമുക്ക് ആവശ്യം ജ്ഞാന കിരീടമാണ്, മകുടമാണ്. അത് ഉള്ളിലാണ് കിടക്കുന്നത്. അതിൻ്റെ താക്കോലും അതിൻ്റെ സരണിയും അതിൻ്റെ യാത്രയുമെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. മനസ്സും ബുദ്ധിയുമാണ് അതിന് ഉപയോഗിക്കാനുള്ളത്. അത് ഉപയോഗിക്കാനുള്ള ആഹ്വാനമാണ് ജനക മഹാരാജാവിനോട് 8 വളവില്ല അഷ്ടാവക്രൻ പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മുടെ സംസ്കാരമായി, സംസ്കാര സൗധമായി, അത് നമ്മുടെ പൈതൃക സ്വത്തായി, സമ്പത്തായി ഇതേവരെ സൂക്ഷിച്ചു പോകുന്നതിൻ്റെ ഒരു ചെറിയ ലക്ഷണമാണ് നമ്മുടെ ഈ ആത്മതത്വ സമീക്ഷ. 2 കൊല്ലമായി നാം ഇത് നടത്തുന്നു. എന്നോ ആർക്കോ പറഞ്ഞ സംഗതി വിട്ടുപോകാതെ ഭദ്രമായി സൂക്ഷിച്ചു വന്നിരിക്കുകയാണ് നാം ഇതേവരെ ഇവിടെ. ഇതാണ് നമ്മുടെ മഹത്വം. നിങ്ങളിതെല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കി ഇത് നിലനിർത്താനും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കുറച്ചെങ്കിലും പരിശ്രമം ചെയ്യുക. ചിലർ അശ്രാന്ത പരിശ്രമം ചെയ്യുക. ഞങ്ങളുടെ ആശ്രമത്തിൽ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് സഹായം വേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി ഒരു 10,000 എഴുത്ത് ഞാൻ എഴുതി ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു 5,750 എഴുത്ത് ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി കുറേ കൂടിയുണ്ട്. അതൊക്കെ പാക്കറ്റ് ചെയ്ത് എല്ലാവർക്കും അയക്കണമെങ്കിൽ കുറച്ച് സമയം വരുമല്ലോ. 10-15 ആൾ കൂടി അശ്രാന്തമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഇതേമാതിരി 2, 3, 4 തവണ വേണ്ടി വരും. അതല്ലാത്ത ചില സംഗതികളുമുണ്ട്. നിങ്ങളെല്ലാവരും കൂടിച്ചേരുന്ന പക്ഷം ബാക്കിയുള്ളവർക്ക് ചില സഹായങ്ങൾ, വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാരാണെങ്കിൽ അവർക്കൊരു വർക്ക്ഷോപ്പ് പ്രോഗ്രാം നടത്തുക. നിങ്ങൾക്ക് തന്നെ ഒരു കൊല്ലത്തിലൊരിക്കൽ ഞാൻ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ആശ്രമത്തിൽ വരണം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വരണം. നമുക്ക് ഒന്നിച്ചുകൂടി ഒരു സ്വാമിജിയുടെ കൂടെ അല്ലെങ്കിൽ ആശ്രമത്തിൽ ബാക്കിയുള്ളവരുടെ കൂടെ
ഞങ്ങൾക്ക് ഈ 1.25 മണിക്കൂർ ഒരു പൊതുവേദി അല്ലാതെ ഒരു ഹാളിലോ ഒരു സ്ഥലത്തോ കുറച്ച് നേരം നമുക്കൊരു കോർപ്പറേറ്റ് പ്രോഗ്രാം അല്ല, ഒരു വർക്ക്ഷോപ്പ് പ്രോഗ്രാം ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വേണം, അതിന് തയ്യാറാണ്. നിങ്ങളതെല്ലാം മനസ്സിലാക്കി I would like to have a few people who are intelligent on the one hand, educated on the other, who also have a lofty note of thinking, who feel that something should be done to the society at large. അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരെ കിട്ടിയാലേ നമുക്ക് നല്ല കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ വേണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിന് പുറപ്പെടുന്നത് ഒരാവശ്യമാണെന്ന് ഞാൻ നിർബന്ധിക്കുന്നു, അപേക്ഷിക്കുന്നില്ല. നമുക്ക് നാളെ തുടരാം. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവമഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഹരി. എല്ലാവരും ആ ഓംകാരം എന്നുള്ള ഉച്ചാരണം കൊണ്ടുള്ള തപസ് അനുഷ്ഠിച്ച് ലോകം മുഴുവനും നന്നാവട്ടെ. ഓ Hare Om Jai. Be peaceful, be poised, be embraced by your own inner profound magnitude and magnificence. Hare Om Das.